രാജാവിൻ്റെ അദ്ദേഹം ഒരു ശാപത്തിൽ പെട്ടുപോയി എന്നാണ്. ആരാ ശപിച്ചതെന്ന് ചോദിച്ചാല് എന്താ ശപിക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചപ്പോ പറയുന്നു, അദ്ദേഹത്തിന് സന്തതികളൊന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞിട്ടും. കാരണം കുലം നിലനിർത്താനായിട്ട് സന്തതികൾ വേണം, പരമ്പരകൾ നിലനിൽക്കണം. അങ്ങനെ സന്തതിയൊന്നും ഉണ്ടാവാതെ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഗുരുവിനെ സമീപിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. പറഞ്ഞു, നമുക്ക് ഒരു യാഗം നടത്താം. വരുണനെ ഓട് പ്രാർത്ഥിച്ചു. അങ്ങനെ യാഗത്തിൽ കൂടി വരുണദേവനോട് പ്രാർത്ഥന നടത്തി പറഞ്ഞൊരു സന്തതി ഉണ്ടാവണം എനിക്ക് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോ എന്താ അതിന് ഇതായിട്ട് കൊടുക്കുക എന്ന് ചോദിച്ചാല് ഈ കുട്ടിയെ യാഗപശുവാക്കിക്കൊണ്ട് യാഗം നടത്താം. ഈ ഓരോ യാഗത്തിന് ഓരോന്നിനെ ബലി കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ചില യാഗത്തിന് ആടായിരിക്കും, ചിലതിന് കുതിരയായിരിക്കും. ഇങ്ങനെ ഓരോ മൃഗങ്ങളെ ആണ് അവസാനം ബലി നടത്തി ആ യാഗം പൂർണ്ണമാക്കും. അപ്പൊ ഇവിടെ ഈ കുട്ടിയെ തന്നെ ബലി കൊടുത്തുകൊണ്ട് ആ യാഗം നടത്താം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വരുണന്റെ അനുഗ്രഹം കൊണ്ട് ഹരിശ്ചന്ദ്രനൊരു കുട്ടിയുണ്ടായി. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോ വരുണനൊരു ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ഹേ ഹരിശ്ചന്ദ്ര, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് കുട്ടിയുണ്ടായി. നീ എന്ത് വേണം? ആ കുട്ടിയെ യാഗപശുവാക്കിക്കൊണ്ട് നീ യാഗം നടത്തണം. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിന് കുട്ടിയോടുണ്ടായ ഒരു മമത്വം കൊണ്ട് പറഞ്ഞ വാക്കങ്ങോട്ട് പാലിക്കാൻ തോന്നിയില്ല. ഞാനല്ലോ മക്കളുണ്ടായി കഴിയുമ്പോൾ അതിനോടൊരു തോന്നും, ആ ഒരു അടുപ്പം, ഒരു മമത്വം തോന്നും. അപ്പൊ വരുണനെ എങ്ങനെങ്കിലും ഒന്ന് ഈ ഉദ്യമത്തിൽ നിന്നൊന്ന് മാറ്റി നിർത്തണം, കുറച്ചു കാലത്തിലൊന്ന് മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിച്ചു. അപ്പൊ വരുണനോട് പറഞ്ഞു, ഈ കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ, ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടി യാചിച്ചു എന്നുള്ള സത്യമാണ്. ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ബലി കൊടുക്കുക? അതുകൊണ്ട് അവനൊന്ന് പല്ലൊക്കെ ഒന്ന് വന്നോട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ യാഗം നടത്താം എന്ന് പറഞ്ഞു. അപ്പോ വരുണം പറഞ്ഞു, ഹരിശ്ചന്ദ്ര, പറഞ്ഞ് പറ്റിക്കരുത്. സത്യം ചെയ്തിട്ട് വഞ്ചിക്കുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇത്തവണത്തേക്ക് ഞാൻ പോകാം. പക്ഷെ ഇനി വരുമ്പോ എന്ത് വേണം? യാഗം നടത്തണം. ഹരിശ്ചന്ദ്രൻ സമ്മതിച്ചു.
അങ്ങനെ വരുടൻ അവിടുന്ന് പോയി. വീണ്ടും കുട്ടിക്ക് പല്ല് വന്നപ്പോ വരുടൻ അവിടെ എത്തി പറഞ്ഞു, ഹരിശ്ചന്ദ്ര, നീ കുട്ടിയെ ബലിയാക്കിക്കൊണ്ട് യാഗം ചെയ്യണം. പറഞ്ഞു, ഈ പല്ലിഞ്ഞോട്ട് വന്നല്ലേ ഉള്ളൂ. ഒരു സമാവർത്തന കർമ്മം വരുമ്പോഴത്തേക്ക് ഞാൻ യാത്ര. ഭരണദേവന് മനസ്സിലായി, ഇവരെന്നെ പറ്റിക്കാനുള്ള പണിയാണ്. കാരണം ആരും സ്വന്തം കുഞ്ഞിനെ കൊല്ലാനൊന്നും തയ്യാറാവില്ല. എങ്കിലും വരണം പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു. ഇത്തവണ കൂടെ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇനി വരുമ്പം യാഗം ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കാരണം മനുഷ്യനെ പറ്റിക്കുന്നതിനൊരു അതിരില്ലേ അല്ലേ? ചിലർ കടം മേടിച്ചങ്ങനെ അല്ലേ? നാളെ രാവിലെ 10 മണിന്നൊരു സമയമുണ്ടെങ്കിൽ കൊണ്ടുതരാന്ന് പറയും. പിന്നെ അതുപോലത്തെ 100 മണി കഴിഞ്ഞാലും ചോദിക്കുമ്പോ എന്താ പറയും? ആയില്ല, നാളെ. ഈ ഗണപതിയുടെ കല്യാണം പോലെ അവര് നാളെ നീളം അവസാനം അത് കിട്ടപ്പോലെ ഉണ്ടായില്ല. അതുകൊണ്ട് കടം ചോദിക്കാൻ വരുമ്പോ എന്താ വിചാരിച്ച കൊടുക്കാവൂ? ഇത് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് കൊടുക്കാവൂ. കിട്ടും എന്ന പ്രതീക്ഷയോടെ ആർക്കും കടം കൊടുക്കരുത്. ചിലപ്പോ ചിലരുടെ സാഹചര്യം കൊണ്ടാവാൻ തിരിച്ചറിയാതെ, പക്ഷെ ചിലര് നമ്മളെ ഒതുക്കത്തിലങ്ങ് പറ്റി. അപ്പോ ഇവിടെ അതുപോലെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായി. വീണ്ടും പറഞ്ഞ സമയമൊക്കെ ആയപ്പോ വീണ്ടും ഒരെണ്ണം വന്നു. എണ്ണം പറഞ്ഞു, ഹരിശ്ചന്ദ്ര മഹാരാജാവ്, അങ്ങ് പറഞ്ഞ സമയമായി, യാഗം നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, അതേ, എന്റെ കൊച്ചു വിടില്ല, എന്റെ കൊച്ചു വിളിച്ചോടിപ്പോയി, അവനില്ലാതെ ഞാനെങ്ങനെ യാഗം ചെയ്യാം? മകനെ എന്ത് ചെയ്തു? മകൻ ഇതൊക്കെ കേട്ട് തന്നെ ബലി കൊടുക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് ചെറുക്കൻ ഓടിപ്പോയി. അച്ഛനൊക്കെ കാര്യമൊക്കെ ശരിയാ, പക്ഷെ തന്നെ കൊന്നിട്ടൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നും അച്ഛനായ എല്ലാവർക്കും അവരവരുടെ ജീവനാണ് വലുത് അല്ലേ? അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് കൊച്ചോടിപ്പോയി. വരണം പറഞ്ഞു, ഇനി നിന്നെ വിട്ടാൽ ശരിയാവില്ല. ഇങ്ങനെ നീ ഇപ്പൊ പല ആവർത്തിനെ പറ്റിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നിന്നെ ഞാൻ ശപിക്കുന്നു, ജലോദരം എന്ന് പറയുന്ന ഒരു രോഗം നിനക്കുണ്ടാവട്ടെ എന്ന് ശപിച്ചു. വയറിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന രോഗം, അങ്ങനെ ശാപഗ്രസ്തനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരിശ്ചന്ദ്ര മഹാരാജാവിന് നിവർത്തിയില്ലാതെ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യാം? ഈ രോഗം ബാധിക്കുകയും ചെയ്തു. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടും എന്നൊക്കെയുള്ള ആശങ്കകൾ ഒരുപാട് ഹരിശ്ചന്ദ്രനെ ബാധിച്ചു. അങ്ങനെ വീണ്ടും ഗുരുവായിരിക്കുന്ന വസിഷ്ഠനെ വിളിച്ചു വരുത്തി ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് ഒന്ന് മുക്തരാവുക? ഇനിയും ബലി കൊടുത്തില്ലെങ്കിൽ ഈ രോഗം തന്നെ കൊണ്ടേ പോവും. അപ്പൊ പറഞ്ഞു, പുത്രന്മാര് പല വിധത്തിലുണ്ടെന്ന്. എന്താ പലേഖനായി പല വിധത്തിലുള്ള പുത്രന്മാര്? ഒന്ന് തനിക്ക് തന്റെ സ്വന്തം ഭാര്യയിലുണ്ടാവുന്നത് പുത്രന്,
2, മറ്റൊരു സ്ത്രീയിൽ അവിഹിതമായിട്ടൊരു സന്തതി ഉണ്ടായാൽ അതും തന്റെ സന്തതിയാണ്. 3, ദത്തെടുക്കുക. ആരും ഇല്ലാത്ത കുട്ടികളെ എടുത്തു വളർത്തിയാൽ അതും സ്വന്തം പുത്രന് തുല്യനാണ്. 4, വിലയ്ക്ക് വാങ്ങുക. ഇപ്പോ ഒരു കുട്ടികളൊന്നും ഇല്ലാത്ത ഒരാളാണ്, 3-4 കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരോട് ചെന്നൊരു കുട്ടിയെ അവര് പറയുന്ന വില കൊടുത്ത് വാങ്ങിയാൽ അങ്ങനെയുള്ള കുട്ടിയും സ്വന്തം കുട്ടി. ഇങ്ങനെ വിഹിതമല്ലാത്ത രീതിയിലുണ്ടായാലും വിലയ്ക്ക് വാങ്ങിയാലും ദത്തെടുത്താലും സ്വന്തം ഭാര്യയിലുണ്ടായാലും എങ്ങനെ ഉണ്ടായാലും ശരി, ഈ കുട്ടികൾക്കെല്ലാം ഈ വ്യക്തിയുടെ സ്വത്തിന് അവകാശമുണ്ട്. അവിടെ ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, അബദ്ധം പറ്റിയതായത് ഒന്നും അവിടെ ന്യായമല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കെല്ലാം ഈ ആളിന്റെ സ്വത്തില് അവകാശമുണ്ട്, വീതം കൊടുത്തേ പറ്റൂ. ഇതെല്ലാം പുത്രന്മാരുടെ വിഭാഗത്തിൽ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടിയെ നമുക്ക് എവിടുന്നെങ്കിലും വിലയ്ക്ക് വാങ്ങിയിട്ട് ആ കുട്ടിയെ ബലി കൊടുത്താലും എന്താവും? സ്വന്തം പുത്രനെ ബലി കൊടുത്തതിന് തുല്യമാകും. അതുകൊണ്ട് അങ്ങനെ എവിടുന്നെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുവരണം. ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ ഭരണമൊന്നും മോശമല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ മക്കളെ വിറ്റൊന്നും ജീവിക്കേണ്ട സാഹചര്യം ആ നാട്ടിലുള്ള പ്രജകൾക്കില്ല. പണ്ടുകാലത്ത് അങ്ങനെയുണ്ട്. ഒരു കുട്ടി ഉണ്ടായാൽ അല്ലെങ്കിൽ ജീവിതമാർഗമില്ലാതെയായാൽ കുട്ടികളെയൊക്കെ വിറ്റിട്ട് ജീവിതം കഴിയുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലമൊന്നും ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കാലത്തില്ല. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കുട്ടികളെ വിൽക്കാൻ തയ്യാറായി. എന്നിട്ടും പറഞ്ഞൊരു കാര്യം ചെയ്യൂ. ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, പല അടുത്തേക്ക് ആളിനെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി എവിടെങ്കിലും ആരെങ്കിലും കുട്ടിയെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവര് പറയുന്ന വില കൊടുത്ത് ആ കുട്ടിയെ വാങ്ങിക്കൊണ്ടു. അങ്ങനെ ഭടന്മാരൊക്കെ അന്വേഷിച്ചു വന്നു. അങ്ങനെ നടക്കുമ്പോ അജീകർത്തൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ പണത്തിനോടുള്ള മോഹം കൊണ്ട് 3 മക്കളിൽ ഒരുവനെ വിൽക്കാൻ തയ്യാറായി. 3 മക്കളുണ്ട്, അതിലൊന്നിനെ വിൽക്കാം എന്ന് തീരുമാനിച്ചു. വേഗം തന്നെ വിവരം ഹരിശ്ചന്ദ്രനെ അറിയിച്ചു. ഹരിശ്ചന്ദ്രന് അവരുമായിട്ട് പോയി ഭടന്മാരെ വിട്ട് സംസാരിച്ച് വില കൊടുത്തു, വാങ്ങാൻ തയ്യാറായി. അപ്പോ ഭാര്യ പറഞ്ഞു, നമുക്ക് മൂത്ത പുത്രനെ കൊടുക്കാം. പിന്നെ 2 ഉണ്ടല്ലോ, നമുക്ക് മൂത്ത പുത്രനെ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, മൂത്തതിനെ കൊടുക്കാൻ പറ്റില്ല. എന്താ കാര്യം? മൂത്തത് അച്ഛന്റെ പാതിന്ന സങ്കല്പം. അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കാ? ആ മൂത്തയാളിന്. അതുകൊണ്ടാണ് ഈ കുടുംബഭാരമൊക്കെ മിക്കവാറും ആരുടെ തലയിലായിരിക്കും? ആ മൂത്തതിന്റെ തലയിലായിരിക്കും. കുടുംബത്തിന്റെ നാഥനായി പിന്നെ കൽപ്പിക്കുന്നതിന്. അതുകൊണ്ട് അച്ഛന്റെ പാതിയായ അവനെ കൊടുക്കാൻ പറ്റില്ല. ഈ അജീകർത്തം നമുക്ക് കഴിക്കുന്ന അവസാനത്തെ കുട്ടിയെ കൊടുക്കാം. അപ്പൊ മൂത്ത 2 ഉണ്ടല്ലോ, ഇവിടെ മുതിർന്നത് മൂത്ത 2 ഉണ്ടല്ലോ, അതുകൊണ്ട് അവസാനം. അപ്പൊ അമ്മ പറഞ്ഞേ അതിനെ കൊടുക്കാൻ പറ്റൂല. എന്താ കാരണം? എനിക്ക് അവസാനമായിട്ടുണ്ടായത് അതാ, അതുകൊണ്ട് അതിനെ കൊടുക്കാൻ പറ്റൂല. പിന്നെ ഏതേ ഉള്ളൂ? ആ രണ്ടാമത്തെ നടുക്കുള്ളതേ ഉള്ളൂ. അപ്പൊ അവസാനം നറുക്ക് വീണത് ആർക്കാ? നടുക്കുള്ളവന്. മൂത്തതിനും ആളുണ്ട്, ഇളയതിനും ആളുണ്ട്. ആളില്ലാത്തത് ആർക്കേ ഉള്ളൂ? ആ ഇടയ്ക്കുള്ളതിനേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കുള്ളതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത്
നല്ലതാ. എന്താ കാരണം? അവനാരും കാണൂല. എല്ലാം പോവാ, പുറകോട്ട് പോവാ. അവാർഡ് പടത്തിന് സിനിമയ്ക്ക് ഇരിക്കുന്നില്ല, പോയിരിക്കുന്നില്ല. ഇവിടെ ഈ കസരയൊക്കെ പിന്നെ ആർക്കിട്ടിരിക്കും, ഈ വന്നതൊക്കെ അവിടെ ഇവിടെ എല്ലാം പോയിരുന്ന എന്നും ഞാൻ പറയാണ്. എല്ലാം വന്നിട്ട് എന്നിട്ട് എന്നെ കണ്ടുപിടി കാണിച്ചോണ്ടിരിക്കുകയല്ല. എന്നാലും മുമ്പോട്ടിരിക്കരുത്. എന്റെ നാരായണ. അപ്പോ ഉണ്ട് ഇടയ്ക്കുള്ള സുരസേവൻ എന്ന് പറയുന്ന കുട്ടിയെ കൊടുക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ സുരസേവനെ വാങ്ങിക്കൊണ്ടുവന്നു. സുരസേവനെ വാങ്ങിക്കൊണ്ടുവന്ന യാഗം നടത്താനായിട്ടൊക്കെ തീരുമാനിച്ചു. അപ്പൊ ഈ കുട്ടിയെ വിൽക്കുന്ന ഉടനെ ഈ ദർഭ കൊണ്ട് കയറുണ്ടാക്കി അത് കെട്ടി ഒക്കെ വേണം ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടിയെ വാങ്ങിക്കൊണ്ടുവന്ന് ബലി കൊടുക്കാനെല്ലാം തയ്യാറായി. അങ്ങനെ യാഗം ആരംഭിച്ചു. യാഗം ആരംഭിച്ചു കഴിഞ്ഞപ്പോ കുട്ടി അതിഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്താ കാരണം? തന്നെ എന്തോ ചെയ്യാൻ പോവാ? തട്ടിക്കളയാൻ പോവാ. ഏവർക്കും അവന്റെ ജീവനാണ് വലുതെന്നുള്ളത് കൊണ്ട് ഈ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് 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 തളർന്നു. അന്നേരമാണ് വിശ്വാമിത്ര മഹർഷി അവിടെ വരുന്നത്. ഈ പണ്ടേ വിശ്വാമിത്രന് വസിഷ്ഠനോട് അത്ര വലിയ സുഖമൊന്നും ആളല്ല. അതുകൊണ്ട് വസിഷ്ഠന്റെ ശിഷ്യനാണ് ആരെ? ഹരിശ്ചന്ദ്രൻ. അതുകൊണ്ട് ഹരിശ്ചന്ദ്രനോടും അത്ര വലിയ, അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു വീട്ടിൽ ഏതെങ്കിലും ഒന്നിനോട് നമുക്കൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ആ വീട്ടുകാരോടെല്ലാം നമുക്ക് എന്ത് തോന്നും? ആ വൈരാഗ്യം തോന്നും. എന്നാൽ അവനോട് മാത്രമല്ല, പിന്നെ ആ കുടുംബക്കാരോട് മുഴുവൻ നമുക്കങ്ങ് ദേഷ്യം. ഇതുപോലെ അപ്പോ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഹരിശ്ചന്ദ്രനോട് പറഞ്ഞു, ഹരിശ്ചന്ദ്ര, നിന്റെ രോഗം മാറാനായിട്ട് നിന്റെ പുത്രനെ ബലി കൊടുക്കാൻ കിട്ടാഞ്ഞിട്ട് വേറൊരു കുഞ്ഞിനെ വില കൊടുത്തിട്ടാണെങ്കിലും കൊണ്ടുവന്ന് ബലി കൊടുത്ത് ഈ യാഗം നടത്തുന്നത് ഉചിതമല്ല. നിന്റെ ജീവന് നീ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടോ അതുപോലെ തന്നെ വിലയുള്ളതാണ് ഈ കുട്ടിക്കും ആ കുട്ടിയുടെ ജീവൻ. അപ്പൊ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊന്നിനെ ബലി കൊടുത്ത് നീ നിന്നെ രക്ഷിക്കാൻ നോക്കുന്നത് ഉചിതമാണോ? അതുകൊണ്ട് ആ കുട്ടിയെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഹരിശ്ചന്ദ്രൻ അതിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. കാരണം എന്താ? തന്റെ ഈ രോഗം മാറിയാലേ പറ്റൂ, എങ്കിലേ തനിക്ക് രാജ്യം ചൊവ്വനെ ഭരിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ. ഈ കുട്ടിയെ സംബന്ധിച്ച് അവന്റെ ജീവൻ മാത്രമേ ഉള്ളൂ, അവന് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല എന്നുള്ള ചിന്തയില് ഈ വിശ്വാമിത്രന്റെ വാക്കുകളെ ആര് സ്വീകരിച്ചില്ല? ഹരിശ്ചന്ദ്രൻ സ്വീകരിച്ചില്ല. ഇത് വിശ്വാമിത്രനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. തന്റെ വാക്കുകളെ ആര് ധിക്കരിച്ചു? വസിഷ്ഠന്റെ ശിഷ്യനായ ഹരിശ്ചന്ദ്രൻ ധിക്കരിച്ചു എന്ന ഒരു ചിന്ത വിശ്വാമിത്രന്റെ ഉള്ളിലുണ്ടായി. വിശ്വാമിത്രൻ തീരുമാനിച്ചെങ്ങനെയും ഈ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച് താൻ അടങ്ങൂ എന്ന തീരുമാനത്തിലെത്തി. ഈ കുട്ടിയുടെ അരികിൽ ചെന്ന് വരുണനെ പ്രാർത്ഥിക്കാൻ വേണ്ട മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. കുട്ടിയോട് പറഞ്ഞു, നീ ഈ മന്ത്രം ജപിച്ചോളൂ, നിന്നെ വരുണം വന്ന് രക്ഷിച്ചുകൊള്ളും. ഈ കുട്ടി വരുണയെ മനസ്സാധ്യാനിച്ച് ഈ മന്ത്രത്തെ ഭംഗിയായിട്ട് ജപിക്കാൻ തുടങ്ങി. വരുണ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈ കുട്ടിയെ കെട്ടഴിച്ചു വിട്ടു. എന്നിട്ട് ഹരിശ്ചന്ദ്രനോട് പറഞ്ഞു, നിന്റെ രോഗം മുഴുവൻ മാറിയിരിക്കുന്നു. കാരണം നീ കുട്ടിയെ കൊല്ലാം എന്ന് തീരുമാനിച്ചപ്പോൾ, യാഗത്തെ ബലി നൽകാം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ
അത് നൽകിയതിന് തുല്യമായി. അതുകൊണ്ട് ഇനി നീ ആ യാഗം കുട്ടിയെ കൊന്നിട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞങ്ങനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു ചതിയുടെ കഥ ആരുടെ പിന്നിലുണ്ട്? ഹരിശ്ചന്ദ്രന്റെ പിന്നിലുണ്ട്. ഈ ഹരിശ്ചന്ദ്രനാണ് പിന്നീട് നമ്മളെല്ലാം സത്യത്തിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണത്? ശ്മശാന ഭൂമിയില് ഹരിശ്ചന്ദ്രന്റെ കഥ അറിയില്ലേ? ശ്മശാന ഭൂമിയിൽ ശവം ദഹിപ്പിക്കാനൊക്കെ പോയി നിന്നും സത്യത്തെ പാലിക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ഹരിശ്ചന്ദ്രനെ നമ്മള് പിന്നീട് കാണുന്നത്. അതെപ്പോഴാ ബോധം ഉണ്ടായത്? ഈ സത്യമാണ് ഏറ്റവും വലുതായി എന്നൊരു ബോധം ഈ ഒരു കർമ്മത്തിൽ കൂടി അദ്ദേഹത്തിനുണ്ടായി. സത്യം പാലിച്ചില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തൊക്കെ വളരെ വലുതാണ് എന്ന് ഉള്ള ബോധം. അപ്പൊ ഒന്ന് ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ അവിടെ അതൊരു സങ്കല്പമാവുന്ന, നമ്മളൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വല്ലതും കൊടുക്കാം എന്ന് തീരുമാനിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ നവാഹം തുടങ്ങി, അല്ലെങ്കിൽ നവാഹത്തിനെ കുറിച്ച് ആലോചനയൊക്കെയായി എല്ലാവരും വന്ന് കണ്ടു. വിചാരിച്ചാ തവണ ഒരു 5000 രൂപ കൊടുക്കാം. നവാഹല്ലേ ഇന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചാ വരട്ടെ, തുടങ്ങട്ടെ, ഇപ്പൊ കൊടുക്കാം. അന്നേരമാണ് കമ്മിറ്റിക്കാർ നോട്ടീസ് കൊണ്ട് വീട്ടിൽ വന്നത്. നോട്ടീസൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ എല്ലാ ദിവസവും അന്നദാന സ്പോൺസറുണ്ട്, പൂജയ്ക്ക് സ്പോൺസറുണ്ട്, അന്നദാനവും സ്പോൺസറുണ്ട്, പൂജയ്ക്കും സ്പോൺസറുണ്ട്. പിന്നെ 5000ന്റെ ആവശ്യം ഇല്ല. പിന്നെ അങ്ങോട്ട് മറിച്ചു വന്നപ്പോഴാണ് ഒരു 12 കിലോ നെയ്യ് സ്പോൺസറുണ്ട്. അപ്പോ പിന്നെ 5000 രൂപയുടെ ആവശ്യമില്ല. ഒരു 3000 രൂപ കൊടുക്കാം. പിന്നെ അങ്ങോട്ട് മറിച്ച് വന്നപ്പോ കണ്ടു 19 കരി സ്പോൺസർ, 6-7 പാട്ട എണ്ണ സ്പോൺസർ. ഇനി എന്തോ? അപ്പൊ പിന്നെന്തോ ഇതിനു വേണ്ടി ചെലവ് നവാഹത്തിലുള്ളത്. ഇപ്പൊ 3000ന്റെ ആവശ്യമില്ല, 1500 കൊടുത്താൽ മതി. അവസാനം നവാഹമൊക്കെ തുടങ്ങി 8ാം ദിവസം രാവിലെ കൊണ്ടുവന്ന് 5000ന്റെ ഒരു പൂജ്യം കുറച്ചങ്ങ് കൊടുത്തു. എത്ര കൊടുത്തു? 500. എത്ര ആദ്യം മനസ്സിൽ വിചാരിച്ച്? 5000. നമുക്കിപ്പോ ഇവിടെ ഈ 500 കൊടുത്ത് റെസീറ്റ് മേടിച്ചപ്പോ നമ്മള് കമ്മിറ്റിക്കാർ തരത്തിലായി, 500 കിട്ടിയല്ലോ നാരായണം. പക്ഷെ കൊടുത്ത നമുക്കൊരു പ്രശ്നമുണ്ട്. ഭഗവാന്റെ 4500 രൂപ നമ്മൾ മോഷ്ടിച്ചു. മനസ്സറിയാതെ ഭഗവാന്റെ മുതൽ 4500 രൂപ നമ്മള് മോഷ്ടിച്ചു. എങ്ങനെ? കൊടുക്കാമെന്ന് സങ്കല്പം ചെയ്തപ്പോ തന്നെ എന്തായി? ഭഗവാനുമായിട്ടുള്ള എഗ്രിമെന്റ് ആയി. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ മുതല് മോഷ്ടിച്ച മുതലിന് തുല്യം. പിന്നെ അത് കൊടുക്കുമ്പോ പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഇരട്ടി മുതലുമായിട്ട് വേണം പിന്നെ കൊടുക്കാൻ. അതുകൊണ്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിരിക്കണം. നീ അങ്ങനെ ഞാൻ അടിച്ചു മാറ്റിയതൊന്നും ഇല്ലല്ലോ, അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചേ ഉള്ളൂ, അത്രയും മതി. സങ്കല്പം ചെയ്താൽ അവിടെ തീർന്നു. ദേവന്റെ മുതലും രാവണന്റെ മുതലും തൊട്ടുപോകരുതെന്ന്. ഇത് രണ്ടും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷമാണ്. എന്നാ മരുന്ന് കഴിച്ചാലും ഈ വിഷം പോവില്ല.
ശക്തമായ ഒരു അഗ്നിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കൊട്ടാരത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ വന്നാൽ തമ്പുരാട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോരുമ്പോൾ അവസാനത്തെ പടിയുടെ മുകളിൽ നിന്നുകൊണ്ട് കാല് തട്ടും പടിയൽ. എന്നിട്ട് എങ്ങോട്ടുണ്ടോ എന്താ ആ അമ്പലമുറ്റത്തു നിന്നൊരു മണതൽത്തലി പോലും എന്റെ കാലയെ പറ്റി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുത്. ഇവിടൊക്കെ കാണാൻ സാധ്യതയില്ല. ചിലടത്തിലും പറയും സ്വാമി സപ്താഹം തുടങ്ങിയപ്പോ 500 പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സപ്താഹമായി? 3 എണ്ണം. ഇപ്പൊ എത്ര ഉണ്ട്? 150 എണ്ണമുണ്ട് സ്വാമി. ബാക്കിയൊക്കെ പോയി. എവിടെ പോയി? ഓ, അതിപ്പോ ഓരോരുത്തർ ചോറും കറിയൊക്കെ ആയിട്ട് പോകുന്നതാ. അവരുടെ കുഴപ്പമല്ല. മനുഷ്യനല്ലേ, പല പല കാര്യങ്ങളാ. ഇല്ല, കൊണ്ടുപോയി ചോറുമൊക്കെ കൊണ്ട് കൊടുത്ത് കഴുകി അവിടെ വെക്കും. വൈകുന്നേരം വരുമ്പോൾ എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ വൈകുന്നേരം തീർന്നു വെച്ച് ഇറങ്ങി പോരുമ്പോ ഈ കാര്യമൊക്കെ മറന്നു. അവസാനം സപ്താഹമൊക്കെ തീർന്നു കഴിയുമ്പോൾ അലക്കി ദൈവം ഇനി എങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നേ, മോശമല്ലയോ, ഞാൻ അടിച്ചോട്ട് പോയി തോന്നത്തില്ലയോ, എന്നാ പിന്നെ എന്ത് ചെയ്യട്ടെ? ഇത് വലിയ അപകട. കഴിഞ്ഞ ഒരു സപ്താഹത്തിൽ ഞാൻ പറഞ്ഞു, ഭക്ഷണം കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവനവന്റെ പാത്രവുമായിട്ട് വന്നേ മേടിച്ചോണ്ട് വരും. അമ്പലത്തിലെ പാത്രത്തില് ഭക്ഷണം കൊണ്ട്. കാരണം ഞാൻ അവരുടെ നന്മ ഓർത്താ പറഞ്ഞത്. എന്താ കാരണം? ഈ പറഞ്ഞ പോലെ മറയെ പറ്റി അവിടെ ഇരുന്നു പോയാല് ഇതിന്റെ ദുരിതഫലം എന്താ വരുന്നതെന്നുള്ളത് അറിയത്തില്ല. ഉടനെ അത് വേറെ തരത്തിൽ വളർത്തിടിച്ചു. ആചാര്യം പറഞ്ഞു അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകരുതെന്ന് എന്ന് പറഞ്ഞായി. എങ്ങാണ്ട് മൂലയ്ക്ക് ഏതാണ്ട് അടുത്ത് കേട്ടതാ. ഉടനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സ്വാമി ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനല്ല പറഞ്ഞു. ഭക്ഷണം കൊണ്ടുപോകണം, വീട്ടിൽ ആരെങ്കിലും സുഖമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കണം, ഒക്കെ വേണം. പക്ഷേ അത് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പാത്രം കൊണ്ടുപോകും. അമ്പലത്തിന്റെ പാത്രത്തില് കൊണ്ടുപോകരുതെന്നാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇതിന്റെ ദുരിതവശം എന്താന്ന് ഇവർക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പറയണത്. കാരണം അങ്ങനെ കൊണ്ടുപോയി അവിടെ വെച്ചാൽ ദേവന്റെ മുതല് മോഷ്ടിച്ചാലുണ്ടാകുന്ന അവസ്ഥ, സന്തതി പരമ്പരകൾ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. നിസ്സാരമൊന്നുമല്ല. നമ്മൾ മാത്രമല്ല, ഈ മുതലിരിക്കുന്നിടത്തോളം കാലം എന്റെ എല്ലാ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതുപോലെ ആ ബ്രാഹ്മണന്റെ മോള് ബ്രഹ്മസ്വം എന്ന് പറയും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂരിട്ട ആളിനെ ഉദ്ദേശിച്ചിട്ടല്ല. ബ്രഹ്മജ്ഞാനമുള്ളവർ, അല്ലെങ്കിൽ കാര്യങ്ങളെയൊക്കെ പഠിച്ചു ബൃഹത്തായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവൻ ബ്രാഹ്മണനാണ്. 2 തരത്തിലും ചിന്തിക്കാം. അല്ലെങ്കിൽ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യാൻ വരുന്നവരൊക്കെ ബ്രാഹ്മണരുടെ വിഭാഗത്തിൽപ്പെടും. അത് പിന്നൊരു കുലത്തിൻ്റെതായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ബ്രാഹ്മണ കുലം എന്നൊക്കെ ആക്കി എന്നുള്ളതേ ഉള്ളൂ. ഈ ബ്രാഹ്മണനാവണമെന്ന് വെച്ചാൽ കർമ്മം കൊണ്ട. കർമ്മം ശ്രേഷ്ഠതരമായ രീതിയിൽ ചെയ്യുന്നവനാണെങ്കിൽ അവന് ബ്രാഹ്മണനാണ്. ഓരോ മനുഷ്യന്റെയും ഉള്ളില് നിറഞ്ഞു നിൽക്കുന്ന 4 വർണ്ണങ്ങളിലെ ഓരോ മനുഷ്യരിലുമുള്ള 4 വർണ്ണങ്ങളാണ് ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ. ഞാനിപ്പോ ബ്രാഹ്മണനാണ്. എന്താ കാരണം? ഈശ്വരീയമായ കർമ്മങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്. നാളെ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഞാൻ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ക്ഷത്രിയനായി. അതേ ഞാൻ നാളെ കച്ചവടം തുടങ്ങിയാലേ പശുവിനെയൊക്കെ വളർത്താനൊക്കെ തുടങ്ങിയാൽ ഞാൻ ആരായി? വൈശ്യനായി. ഞാൻ നാളെ ഒരാളുടെ അടുത്ത് പണിക്ക് പോയി നിന്നാല് ഞാൻ ശൂദ്രനായി. അപ്പൊ കർമ്മമാണ് ഓരോരുത്തരെയും ആ അവസ്ഥകളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യാൻ, നിരന്തരമായി ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മുതലും അടിച്ചു മാറ്റാൻ പാടില്ല. അതും വലിയ ദുരന്തത്തിന് വഴിവെക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല്, നമ്മൾ മനസ്സുകൊണ്ടൊന്ന് കൽപ്പിച്ചാല് അത് ഏത് വിധത്തിലും അത് അവിടെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്തായാലും അങ്ങനെ ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവ് അങ്ങനെ അതിൽ നിന്ന്
മോചിതനായി. പിന്നീട് ഈ വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുണ്ടായ ഒരു വൈരാഗ്യത്തിലാണ് ഈ ഹരിശ്ചന്ദ്രൻ പിന്നീട് ഈ ശ്മശാന ഭൂമിയിൽ ചെന്നിട്ട് ശവം ദഹിപ്പിക്കുന്ന ചണ്ടാളനായിട്ട് നിൽക്കേണ്ടി വരുന്നതും അദ്ദേഹത്തിന്റെ മകൻ മരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ആ ഗുരുക്കന്മാർ തമ്മിലുള്ള ശണ്ഠയുടെ പുറത്താണ്. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ശിഷ്യനായ ഹരിശ്ചന്ദ്രന്. കാരണം ഈ വസിഷ്ഠനും ഈ വിശ്വാമിത്രനും തമ്മിലുള്ള പണ്ട് മുതലേ ഉള്ള ഒരു വൈരത്തിന്റെ അനന്തര ഫലമാണ് അനുഭവിച്ചത്. കാരണം ഈ വസിഷ്ഠൻ പറയുന്നുണ്ട്, എന്റെ ശിഷ്യനായ ഹരിശ്ചന്ദ്രനെ പോലെ സത്യസന്ധനായ ഒരുവൻ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ഞാൻ കാണിച്ചു തരാം നിന്റെ ശിഷ്യന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞിട്ട് അവിടെ മുതല് വിശ്വാമിത്രൻ എന്ത് ചെയ്യുന്നു, ഈ ഹരിശ്ചന്ദ്രനെ ദ്രോഹിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് ഒക്കെ പോണം. ആ കഥ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇവിടെ ലക്ഷ്മി ദേവിക്ക് ഒരു ശാപം ഉണ്ടാവുന്നതും ഹൈഹയ കുലം ഉണ്ടാവുന്നതുമായ ഒരു കഥാഗോളമാണ് പിന്നെ അങ്ങോട്ട് പറയുന്നത്. അതായത് ഒരു ദിവസം ഈ ലക്ഷ്മി ദേവിയും ഭഗവാൻ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു വെള്ള കുതിര വരുന്നുണ്ട്. ഈ വെള്ള കുതിരയെ നോക്കിക്കൊണ്ട് അങ്ങനെ നിർനിമേഷയായിട്ട് നോക്കി നിന്നു ലക്ഷ്മി ദേവീന. ഭർത്താവ് അടുത്ത് നിൽക്കുമ്പോൾ ഭർത്താവ് പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതെ ഈ കുതിരയെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഭാര്യമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഭർത്താവ് അടുത്ത് നിൽക്കുമ്പോൾ വേറെ ഒന്നിനെയും എന്ത് ചെയ്യരുത്, സൂക്ഷിച്ചു നോക്കി നിൽക്കരുത് കേട്ടോ. ഈ ഭർത്താക്കന്മാർക്ക് ഇച്ചിരി സംശയം കൂടുതലുള്ള ആൾക്കാരാണ്. ഭാര്യമാർ അതിനെക്കാട്ടി കഷ്ടമായി. എന്നാലും ഭർത്താക്കന്മാർക്ക് ഉണ്ട് ഈ ചില സംശയം. എന്താ സംശയം? ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാണെ അവൾ എന്തിനാ അവനെ അത്ര കാര്യമായി സൂക്ഷിച്ച് നോക്കി, അവർ തമ്മിൽ ഇനിയും വല്ലോ അല്ലേ. ഭാര്യയാണെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിന്റെ മൊബൈൽ എടുത്ത് നോക്കും, ഏതൊക്കെ ആരുടെയൊക്കെ മെസ്സേജാണ് വരുന്നത്. അതുകൊണ്ട് ഭർത്താക്കന്മാർ സർവ്വ ഇടത്തിൽ ഈ ആപ്പ് ഇട്ട് വെച്ചിരിക്കുക, ലോക്ക് ആപ്പ് ഇല്ലേ, ഒന്നും ആരും എടുത്ത് നോക്കരുത്. അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ചാപല്യമാണ്. എന്താ ഇങ്ങനെ ആണോ, ആരോടെങ്കിലും ഒന്ന് കൂടുതലായിട്ട് ഇടപഴകി പോയ ഉടനെ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ ഉരുത്തിരിയും. അത് ഒന്ന് ചിലപ്പോ പരസ്പരമുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാവാം, എന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടാവാം, അല്ലെങ്കിൽ കുശുമ്പാവാൻ, രണ്ടായാലും ആവാം. അപ്പൊ എന്തായാലും അത് ചിലരുടെ ഒരു മനസ്സിന്റെ വ്യവഹാരമാണത്. അതിനെ കുറ്റം പറയാനും പറ്റില്ല, പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എന്റെ മൊബൈലിനകത്ത് ഒരുപാട് വിളിക്കും, കൂടുതലും വിളിക്കുന്നത് സ്ത്രീകളായിരിക്കും. ഇതൊന്നും കണ്ടിട്ട് നീ ഞെട്ടരുതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, ആര് വിളിച്ചാലും ഞാൻ അവിടെ ഇല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തോളും, സംസാരിച്ചോളും, ഒരു കുഴപ്പമില്ല, ഡീൽ ചെയ്തോളൂ. കുടുംബം കലങ്ങാനാണെങ്കിൽ കലക്കാനുള്ള വഷികളൊക്കെ ഓരോ വഴിക്കൂടെ വരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വലിയൊരു സംഭവം ഉണ്ടായി, രസകരമായ സംഭവം ഉണ്ടായി. ഞാൻ അവളിവിടെ ചീരിച്ചു കുത്തിയിരുന്നു. ഒരിടത്ത് ഇതുപോലെ ഒരു സപ്താഹം നടത്തി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു അമ്മ വിളിച്ചു. അമ്മ വിളിച്ചിട്ട് ഞാനും ഫോൺ അവിടെ വെച്ചിട്ട് കടയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവളാണ് എടുത്തത്. ചോദിച്ചു, ആചാര്യന്റെ വീടാണോ? പറഞ്ഞു അതെ. സ്വാമി ഉണ്ടോ അവിടെ? ഇല്ല, കടയിൽ വരെ പോയിരിക്കുക. ആരാ? ഞാൻ സ്ഥലമൊന്നും പറയണില്ല, ഞാൻ കൊല്ലം സൈഡാണ്, ഇന്നിടത്തുനിന്ന് വിളിക്കുക. ചോദിച്ചെന്താ വല്ലോ പറഞ്ഞാൽ മതി, വരുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? പറഞ്ഞു വേണ്ട, സ്വാമിയോട് പറഞ്ഞാൽ മതി, ഒരു സന്തോഷ വാർത്തയുണ്ട്, സ്വാമി സപ്താഹം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മോള് ഗർഭിണിയായി എന്ന് പറഞ്ഞേക്കണം. ഇത്രേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ ചോദിച്ചു, ഇന്ന സ്ഥലം എവിടാ? ഞാൻ പറഞ്ഞത് ഇന്നിടത്താ. ഞാൻ ചെന്ത കാര്യം, അവിടുന്ന് ഒരു അമ്മ വിളിച്ചായിരുന്നു. ചെന്തു പറഞ്ഞു, നിങ്ങൾ സപ്താഹം നടത്തി പോന്നു കഴിഞ്ഞപ്പോ അമ്മയുടെ മോള് ഗർഭിണിയായെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അവളെന്നെങ്കിലും നോക്കി. ഞാൻ പറഞ്ഞു പറഞ്ഞു. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ,
ഒരു കുടുംബം കിടങ്ങാണെങ്കിൽ വേറെ വല്ലതും വേണോ? വേണം? ഒന്നും വേണ്ട. ആ അമ്മയുടെ അമ്മ ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ അവിടെ സപ്താഹത്തിന് ചെന്നപ്പോ അമ്മയുടെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 8 or 10 വർഷം ഏതാണ്ടായി. അപ്പൊ സന്തതികളൊന്നും ഉണ്ടാവാതെ എന്തെങ്കിലും സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ എന്തൊക്കെയോ വഴിപാട് പറഞ്ഞു കൊടുത്തു. ആ യജ്ഞവേദിയിൽ അതൊക്കെ ചെയ്യും. അന്നേരം വായി വന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. അന്നേരം വേദിയിലും അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഭഗവാന്റെ കാരുണ്യം കണ്ട് ഗർഭിണിയായി. ഇതാണ് അമ്മ സന്തോഷത്തോടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ സംഗതി ആകപ്പാടെ തിരിഞ്ഞുപോയി. അപ്പൊ അവിടെ ഒരു സംശയം വല്ലതും ഉള്ളിലുള്ള ഒരു ഇതാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പോഴേ ഡൈവോഴ്സ് ആവൂലേ? ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മനസ്സിന്റെ ഒരു വ്യവഹാരം നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു സംശയം ഉള്ളിൽ ഉണ്ടായിപ്പോയാൽ പിന്നെ നിരന്തരമായിട്ട് ആ സംശയം അങ്ങനെ ഉള്ളിൽ കിടക്കും. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടേ? ആ സംശയം പരമാവധി ഉള്ളിൽ ഉണ്ടാക്കാതിരിക്കാനുള്ള അവസ്ഥ നമ്മൾ നോക്കും. അത് ജീവിതത്തിൽ വലിയ കുഴപ്പമാണ്. അതുപോലെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടാൽ. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ പിന്നെ വീണ്ടെടുക്കാൻ സാധ്യമാവില്ല. ഇനി എത്ര നല്ലവരായിട്ട് ചമഞ്ഞു പിന്നീട് വന്നാലും ശരി, ആ പഴയ ഉണ്ടായ വിശ്വാസം ഒരിക്കലും ഉള്ളിലുണ്ടാവില്ല. കാരണം ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ആ വിശ്വാസമാണ്. അത് വലിയൊരു ഘടകമാണ്. ആ വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. രണ്ടുപേരും, ഭാര്യ ആയിരുന്നത് ഭർത്താവായിരുന്നത്. അപ്പോ ഇവിടെ ഭർത്താവ് നിൽക്ക് നാരായണൻ പറയണതൊന്നും ആരും കേൾക്കണില്ല, മഹാലക്ഷ്മി കേൾക്കണില്ല. ഈ കുതിരയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. പല പ്രാവശ്യം വിളിച്ചു, ഭാര്യയെ ലക്ഷ്മി എന്നൊക്കെ വിളിച്ചു. എവിടെ കേൾക്കാൻ? ഇതിലങ്ങനെ നിറഞ്ഞു, മനം നിറഞ്ഞു പോയി ആ കുതിരയിൽ. സ്വാഭാവികമായിട്ടും നാരായണൻ എന്തുണ്ടായി? ഒരു ചെറിയ സംശയം ഉണ്ടായി. ഇവര് തമ്മിൽ വല്ല വാട്സപ്പിനകത്തോ മെസ്സഞ്ചറിനകത്തോ വല്ലോ ചാറ്റിങ്ങോ വല്ലോ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നി. അവിടെ നിന്നോണ്ട് പറഞ്ഞു, എന്ത് ഞാൻ സ്വന്തം ഭർത്താവ് അരികെ നിൽക്കെ, ഭർത്താവിനെ ശ്രദ്ധിക്കാതെ, ഭർത്താവ് പറയുന്നൊന്നും കേൾക്കാതെ കുതിരയെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന നീ ഒരു കുതിരയായി പോകട്ടെ എന്നൊരു ശാപം. പണ്ട് തലകളഞ്ഞന്റെ വൈരാഗ്യ ആയിരിക്കില്ല ഇപ്പൊ അല്ലേ? ആ ഒരു ശാപം നടത്തും. ശാപമൊക്കെ കിട്ടി. ഈ കുതിര മറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി ദേവി തിരിച്ചെങ്ങോട്ട് വരുന്നത്? ആ യഥാർത്ഥ പൊസിഷനിലേക്ക് വരുന്നത്. അത് എന്തെങ്കിലുമൊക്കെ ഊടായ്പുള്ള ആൾക്കാരുണ്ട്, അവരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഇങ്ങനെ അവരുടെ ശ്രദ്ധ അങ്ങ് പോകും. എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ശ്രദ്ധ നഷ്ടപ്പെടും. ആ ചെയ്യുന്ന പ്രവൃത്തി നീറ്റായിട്ട് വരില്ല. അത് നോക്കിയാൽ മാത്രം മതി. അതുപോലെ എവിടെയെങ്കിലും മാറിയിരുന്ന് പതുക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഏതാണ്ട് കുഴപ്പം ഉണ്ടെന്ന്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഇങ്ങനെ ശാപം കിട്ടി സ്വബോധത്തിൽ ആ ഒരു അവസ്ഥയിൽ തിരിച്ചു മാറി വന്നപ്പോഴാണ് ഇങ്ങനെ ശാപമൊക്കെ ഉണ്ടായി ആരറിയണത്? ലക്ഷ്മി അറിയണത്. അപ്പോഴേ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ആ കുതിരയെ നോക്കി അതുകൊണ്ട് വേറെ ഒന്നുകൊണ്ടല്ല. പിന്നെയോ പണ്ട് പാലാഴി മഥനം നടന്നപ്പോ അതിൽ നിന്നുണ്ടായതാണ് ഈ കുതിര. അതിൽ നിന്നാണ് ഞാനും വന്നത്. അപ്പൊ എന്റെ സഹോദരനാണ് ആര്? ഈ കുതിര. കാലങ്ങൾക്ക് ശേഷമാണ് അതിനെ ഞാനൊന്ന് കാണുന്നത്. സഹോദരനെ കണ്ടപ്പോ അറിയാതെ ഉണ്ടായ ആ ഒരു ആനന്ദത്തിൽ അങ്ങനെ നിന്നു പോയതാണ് ഞാൻ. അല്ലാതെ എനിക്ക് വേറെ ഒരിടപാടും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ചെയ്യാനാ, പറഞ്ഞു പോയി നീ എന്താകുമെന്ന്. ഇത് കേട്ടപ്പോ നാരായണനും വിഷമമുണ്ടായി. ഭഗവാൻ പറഞ്ഞു, എന്റെ ലക്ഷ്മി എന്തോ പറയാനാ, പറ്റിപ്പോയല്ലോ ഇപ്പൊ അബദ്ധം. പോട്ടെ, സാരമില്ല. നിനക്കൊരു പുത്രൻ ഉണ്ടായി കഴിയുമ്പോ നിനക്ക് ശാപമോക്ഷം ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു.
ലക്ഷ്മീദേവി പെൺകുതിരയായി. അങ്ങനെ കുതിരയുടെ രൂപത്തില് കാട്ടിപ്പോയി അഗാധമായ തപം ചെയ്തു, അതിശക്തമായ തപം ചെയ്തു. പക്ഷേ തപസ് ചെയ്തത് ആരെയാണെന്നറിയാമോ? സാക്ഷാൽ മഹാദേവനെ. സാക്ഷാൽ മഹാദേവനെ തപം ചെയ്തു. കഠിനമായ തപം ചെയ്ത് ചോദ്യം ചെയ്ത്. കാരണം മഹാദേവൻ അങ്ങോട്ട് പോകാനൊരു മടി. ആരാ ഇവിടെ? ഭാര്യ, നാരായണന്റെ ഭാര്യ. വിളിക്കുന്ന എന്നെയാ. പോകാൻ പറ്റുമോ അത്ര പെട്ടെന്ന്? അതുകൊണ്ട് അങ്ങനെ ചില കഠിനമായ തപം ചെയ്യേണ്ടി വന്നു. അങ്ങനെ കഠിനമായ തപം ചെയ്തപ്പോ അവസാനം മഹാദേവൻ മുമ്പിൽ പ്രത്യക്ഷനായി ചോദിച്ചു, ഹേ മഹാദേവി, നീ എന്തിനാണ് എന്നെ തപം ചെയ്തത്? പറഞ്ഞു, മഹാദേവ, അങ്ങേക്കറിയാം എന്റെ ഭർത്താവ് എന്നെ ശപിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ശാപമോക്ഷം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പുത്രൻ ഉണ്ടാവുമ്പോ എനിക്ക് ശാപമോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്, പക്ഷേ എന്റെ ഭർത്താവ് അരികിലില്ലാതെ എങ്ങനെയാ എനിക്ക് പുത്രൻ ഉണ്ടാവുക? അതുകൊണ്ട് എന്റെ ഭർത്താവ് എനിക്ക് നൽകുന്ന പുത്രനിൽ കൂടി ആവണം എനിക്കെന്തുണ്ടാവുന്നത്? ശാപമോക്ഷം ഉണ്ടാവണം. അതുകൊണ്ട് ആ ഭഗവാനെ എങ്ങനെങ്കിലും ഒരു കുതിരയാക്കി ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ചോദിച്ചു, ഭഗവതിയുടെ ഭർത്താവായ നാരായണനെ തപം ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ എന്നെ തപം ചെയ്ത് വിളിച്ചത്? അപ്പൊ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭർത്താവ് ഒരിക്കല് ഇങ്ങനെ കണ്ണുമൊക്കെ അടച്ചിരിക്കണത് കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ ഞാൻ ചോദിച്ചു, ഭഗവാനെ, അവിടെ ആരെയാണ് തപം ചെയ്യണത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ സാക്ഷാൽ കൈലാസനാഥനായിരിക്കണ മഹാദേവനെയാണ് തപം ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെന്താ അങ്ങ് അങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് ചോദിച്ചപ്പോ, ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്ന് പണ്ടൊരിക്കല് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ മഹാദേവനെ തപം ചെയ്താൽ അത് ആരറിയും? വിഷ്ണു അറിയും. അപ്പൊ അതുകൊണ്ട് ആണ് അങ്ങയെ തപം ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവൻ അനുഗ്രഹിച്ചു. നാരായണൻ വന്ന് ഭഗവതിക്ക് ഒരു കുട്ടിയെ തന്ന് മോക്ഷം നൽകും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ നാരായണൻ എന്ത് ചെയ്തു? കുതിരയായിട്ട് വന്ന് ഭഗവതിയോടൊപ്പം ലഭിച്ച് അതിൽ നിന്ന് ഒരു കുതിരക്കുട്ടി ഉണ്ടായി. അതിൽ നിന്നാണ് പിന്നീട് ഹൈഹയൻ, അതായത് കുതിരയുടെ തല ഉള്ള രൂപത്തിൽ ഹേഹയൻ അല്ലെ ഹൈഹയൻ എന്ന വംശമുണ്ടായത്. അങ്ങനെ ലക്ഷ്മി ദേവിക്ക് അവിടുന്ന് ശാപമോക്ഷം കിട്ടി എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമുക്കൊക്കെ വ്യത്യസ്തത പുലർത്താറുണ്ട് നമ്മളൊക്കെ ഈശ്വരന്മാരുടെ കാര്യത്തിൽ, അല്ലേ? ഇപ്പൊ ശിവക്ഷേത്രത്തിൽ ചെന്നാൽ അറിയാതെ നാവിൽ നാരായണ എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെന്താ പറയും? അയ്യോ ഭഗവാനെ, അറിയാതെ വന്നു പോയതാണ്, ക്ഷമിക്കണേ, അല്ലേ? അയ്യോ ഇവിടെ നിന്ന് അങ്ങനെ നാരായണ എന്ന് വിളിക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു വേറൊരു ഈശ്വര സങ്കല്പങ്ങളില്ല. നമ്മുടെ മനസ്സിന്റെ ഭ്രമമാണ് ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള തോന്നൽ. അതുപോലെ ഭദ്രകാളിയുടെ നടക്കുന്നുണ്ട്. എന്റെ ഭഗവതി ദുർഗയെന്ന് വിളിച്ചാൽ നമുക്ക് പേടിയാ. അയ്യോ ഭദ്രകാളി കോപിച്ചാൽ. ഞാൻ എവിടെ ചെന്നാലും കാലെടുത്ത് വെച്ചാൽ എന്റെ നാവിൽ ആദ്യം വരുന്നത് നാരായണാണ്. അത് ശിവന്റെ അമ്പലമായാലുള്ള ദേവിയുടെ അമ്പലമായാലും കൊള്ളാം, എവിടെ ആയാലും കൊള്ളാം, എന്റെ നാവിൽ ആദ്യം വരിക നാരായണ. നാരായണ എന്ന് പറഞ്ഞ കാലം കൊണ്ട് നോക്കാം. അതുകൊണ്ട് ഇന്ന് വരെ ആരും എന്റെ കൊങ്ങയ്ക്കൊന്നും കുത്തിപ്പിടിച്ചില്ല. നീ എന്തിനാണ് ഇവിടെ വന്നിട്ട് എന്റെ മുമ്പിൽ നീ നാരായണ എന്ന് വെച്ചാൽ ആരും ചോദിച്ചിട്ടില്ല. എപ്പോഴും ആദ്യം സ്മരിക്കേണ്ടത് നമ്മുടെ ഇഷ്ടദേവതയാണ്. അതിനെ സ്മരിച്ചിട്ട് വേണം വേറൊരു ദേവനെ സ്മരിക്കാൻ. അതുകൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എവിടെയാ ഈ ദോഷം ഉണ്ടാവുന്നതെന്ന് പറയണത്? ശ്രീകോവിലിനകത്ത് മന്ത്രം ജപിക്കുമ്പോൾ അവിടുത്തെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അല്ല നമ്മളാരും അങ്ങനെ പുറമേ നിന്ന് ജപിച്ചുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകും, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ ഭയം ആദ്യം വേണം. നാരായണ എന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ, അവിടെ നിന്നോട്ട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല.
ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്നതുപോലെയാണ് ഇതെല്ലാം. ശക്തിയും ശിവനും ആയാലും അല്ലെ ശിവനും നാരായണനും ആയാലും അങ്ങനെയാണെന്നുണ്ട്. ഇത് നമുക്ക് ഈ ശങ്കരനാരായണൻ എന്നൊരു സങ്കല്പം ഉണ്ടാവുമോ? രണ്ടും രണ്ടാണെങ്കിൽ പകുതി ശിവനും പകുതി നാരായണനും അല്ലേ? ഇപ്പൊ എങ്ങനെ അത് ശരിയാവുമോ? അപ്പൊ അങ്ങനെയുള്ള ഭയപ്പാടുകളൊക്കെ മാറ്റണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തന്നെ പറയുകയാണ്, എന്റെ ഭക്തൻ, അതാ നാരായണൻ പറയുന്നുണ്ട്, എന്റെ ഭക്തൻ ശിവനെ നിന്ദിച്ചാൽ അതെന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതേസമയം അവൻ ശിവനെ വന്ദിച്ചാൽ ഇനി എന്നെ വന്ദിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, കാരണം എന്നെ വന്ദിച്ചതിന് പോലെ ആവുന്ന. അപ്പൊ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് അവിടെ നാരദമുനിയുടെ ഒരു കുഴപ്പമൊക്കെ പറയണത്. ഒരിക്കല് നാരദമുനിയും പർവ്വതൻ എന്ന് പറയുന്ന ഒരു മുനിയും കൂടി ചാതുർമാസ്യം അനുഷ്ഠിക്കാനായിട്ട് യാത്രയായി. ഋഷിമാരൊരു 4 മാസം എവിടെങ്കിലും ഒരിടത്തങ്ങ് തങ്ങും. എന്നിട്ട് ജപവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കാലമുണ്ട്, ചാതുർമാസം എന്ന് പറയും. അങ്ങനെ ആ ചാതുർമാസ കാലത്ത് അവര് രണ്ടുപേരും കൂടെ ഇറങ്ങി. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെന്റ് വെച്ചായിരുന്നു, ആരുടെ ഉള്ളിൽ എന്ത് തോന്നിയാലും അത് പരസ്പരം പറയണം, മറച്ചു വെക്കാൻ പാടില്ല. രണ്ടുപേരും കൂടെ എഗ്രിമെന്റിൽ ഒപ്പം കേട്ടിട്ടാണ് ഇറങ്ങിയത് അവിടെ. അങ്ങനെ പോയി ഓരോ നാടുകളും ഇങ്ങനെ കണ്ട് പോയിട്ട് സഞ്ജയൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ തങ്ങി അവിടെയാണ് ഈ 4 മാസക്കാലം കഴിയാൻ തീരുമാനിച്ചു. സഞ്ജയൻ രാജന് ഇവർക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഓരോരുത്തരും വരുമ്പം ഒരുക്കങ്ങൾ ഉണ്ടാക്കേണ്ടത് ഓരോ രീതിയിലാണ്. അത് വരുന്ന ആളിന്റെ അവസ്ഥ അറിഞ്ഞ് വേണം ഓരോ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ. അപ്പോ അങ്ങനെ സഞ്ജയ മഹാരാജാവ് വേണ്ടതായ കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. പുത്രിയായ ദമയന്തിയെ എന്ത് ചെയ്തു? ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചു. മുനിമാരല്ലേ വന്നേ, അപ്പൊ അവർക്ക് ശുശ്രൂഷ ചെയ്യണം. അതുകൊണ്ട് അവർക്ക് വേണ്ട ആഹാരം കൊണ്ട് കൊടുക്കുക, അവർക്ക് കിടക്കാനുള്ള കിടക്ക വിരിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് പുത്രിയായ തന്നെയല്ല, ഇങ്ങനെ ശുശ്രൂഷ ചെയ്താലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് തൃപ്തരായാൽ ഇവരെ അവസാനം അനുഗ്രഹിച്ചിട്ട് പോകും. അപ്പൊ അനുഗ്രഹം ജീവിതത്തിൽ ഗുണം ചെയ്യും. അങ്ങനെ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് കുന്തിദേവി. ആരിൽ നിന്ന് അവരെ കിട്ടിയേ? ആരിൽ നിന്ന് അവരെ കിട്ടിയ കുന്തിദേവിക്ക്? എന്നാലും ഞങ്ങൾ അവിടെ പോയില്ലായിരുന്നു. അല്ല, ദുർവാസാവിൽ നിന്ന്. ദുർവാസാവിന് മൂക്കത്ത് ചുണ്ടിയുള്ളവനാ. കുന്തിദേവി ആ മൂക്കത്ത് ചുണ്ടിയുള്ളവനെ ശുശ്രൂഷിച്ച് പ്രീതി നേടിയെടുത്തു. അത്ര മിടുക്കിയായിരുന്നു ആര്? കുന്തിദേവി. അങ്ങനെ 5 വരം കിട്ടണത്. 5 ദേവന്മാരെ പ്രാർത്ഥിച്ച് എന്ത് ചോദിച്ചാലും കിട്ടും എന്ന. അപ്പൊ എന്തായാലും അങ്ങനെ ദമയന്തിയെ ശുശ്രൂഷയ്ക്ക് നിർത്തി. അപ്പൊ നാരദര് നല്ലൊരു ഗായകൻ, നല്ല ശബ്ദമാണ്. എന്റെ ശബ്ദം പോലൊന്നുമല്ല, നല്ല ശബ്ദത്തിൽ പാടും. തന്നെയല്ല, ഇല്ല മഹതി എന്ന വീണ നീട്ടിക്കൊണ്ടാണ് പാടുന്നത്. അതുകൊണ്ട് കേൾക്കാൻ അതിസുന്ദരമായ ഇതുണ്ട്. നാരദൻ ആകപ്പാടെ പാട്ടിന്റെ കാര്യത്തിൽ തോറ്റുപോയത് ഒറ്റയാളെ അടുത്തേ ഉള്ളൂ. ആരെടുത്തതറിയാമോ? ഹനുമാൻ സ്വാമിയെ എടുത്തു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ പാട്ടിന്റെ കാര്യത്തിൽ നാരദന് തോറ്റുപോയത്. ബാക്കിയെങ്ങും നാരദമുനി എന്ത് ചെയ്തിട്ടില്ല, തോറ്റിട്ടില്ല. അവര് തമ്മിലൊരു തർക്കം ഉണ്ടായതാണ് പറയുന്നത്. ഈ ഹനുമാൻ സ്വാമി നാരദമുനിയുണ്ട്, രണ്ടുപേരും പാടാൻ മിടുക്കന്മാരാണ്. അപ്പോ അങ്ങനെ പാട്ടിൽ രണ്ടുപേരുടെ തർക്കിച്ചു. ആദ്യം നാരദമുനി എന്ത് ചെയ്തു? പാടി മഹതിയൊക്കെ കിട്ടി. ഇങ്ങനെ പാടി കഴിഞ്ഞപ്പം ഈ മഹതി എന്ന് വീണ എന്ത് ചെയ്തു? നാരദമുനി ഇരുന്ന പാറയിലോട്ട് വെച്ചു. പിന്നെ ഹനുമാൻ സ്വാമി പാടാൻ തുടങ്ങിയതാണ്.
ഹനുമാൻ സ്വാമി പാടാൻ തുടങ്ങിയപ്പോ പതുക്കെ 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 ഈ പാറ അലിക്കാൻ തുടങ്ങി. ഉരുകി 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 പോയി. അവസാനം പാട്ട് തീർന്നപ്പോ വീണ്ടും പാറ അതേപോലെ അങ്ങ് കരുത്തർജിച്ചു. ഇപ്പൊ എന്തു പറ്റി? നാരദന്റെ വീണയില്ല, പാറക്കിടയിലായി. ഉരുകിയപ്പോ അതിനോട് ചേർന്നു, കട്ടയായപ്പോ പിന്നെ എടുക്കാൻ വയ്യാത്ത അവസ്ഥയായി. അവസാനം നാരദമുനി പറഞ്ഞു, എന്നേക്കാൾ ഭംഗിയായിട്ട് പാടാൻ അറിയാവുന്ന ആരാ? നാരദന് നാരായണനാമവും പാടി, ഹനുമാൻ സ്വാമി രാമനാമവും പാടി. അവസാനം പിന്നെ ഹനുമാൻ സ്വാമിയുടെ കാക്ക വീണിട്ട് മാപ്പ് പറഞ്ഞിട്ടാണ് പിന്നീട് രാമനാമം വീണ്ടും പാടിയപ്പോൾ പറയുരുകി. അപ്പം മഹതി വീണയെടുത്ത് കൈവച്ചു എന്നാ പറയണേ. ഇങ്ങനെ അവിടെ ഉള്ളൂ പുള്ളി തോറ്റുപോയത്. ബാക്കി നല്ല സുന്ദരമായിട്ട് പാടുന്ന ആളാണ് നാരദമുനി. അത് പ്രത്യേകിച്ച് നാരായണനാമം നാരദന് ജീവിക്കുന്ന കേട്ടാൽ ത്രൈലോക്യങ്ങൾ സ്തബ്ധരായി നിന്നു പോകുന്ന പറയാം. അത്ര സുന്ദരമായിട്ട് നാരായണനാമം ജീവിക്കും. അപ്പോ അങ്ങനെ ഈ മഹതി വീണയൊക്കെ വീട്ടിക്കൊണ്ട് പാടുന്നതൊക്കെ ആര് കേൾക്കാൻ തുടങ്ങി? ഈ ദമയന്തി കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പാട്ട് കേട്ട് 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 ദമയന്തിക്ക് പതുക്കെ നാരദനോട് ചെറിയൊരു ലവായി. നാരദമുനി ഇതൊന്നും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പർവ്വതമുനി പതുക്കെ ദമയന്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെങ്ങനെയായി നാരദനോടുള്ള അടുപ്പം തിരിച്ചറിയാൻ തുടങ്ങിയത്? ഈ ദമയന്തിയുടെ പ്രവൃത്തിയിൽ അത് പതുക്കെ പ്രകടമാകാൻ തുടങ്ങിയതാണ്. എങ്ങനെ? ഉണ്ണാനിരിക്കുമ്പം വലിയ ഇല നാരദമുനിക്ക്, ചെറിയ ഇല പർവ്വതൻ. കൊലയിലെ മുഴുത്ത പഴം നാരദന്, കുഞ്ഞമ്പഴം പർവ്വതൻ. കട്ടത്തൈര് നാരദന്, മോരും വെള്ളം പർവ്വതൻ. കാണാൻ കൊള്ളാതെ നല്ല ഷീറ്റ് വിരിച്ച് ആർക്ക് കൊടുക്കും? നാരദന് കൊടുക്കും. അവിടെ എവിടെ ഡിസ്കൗണ്ട് ഉള്ളത് പർവ്വതന് കൊടുക്കും. ഇങ്ങനെ ഓരോ പ്രവൃത്തിയിലും തന്നെയല്ല, ഈ പ്രേമം ഉണ്ടായി കഴിഞ്ഞാൽ നോക്കുന്ന നോട്ടത്തിനൊരു വ്യത്യാസം ഉണ്ടാവുന്ന പറയാ. എന്നെ ഇതുവരെ ആരും അങ്ങനെ നോക്കിയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നേക്കാം. പ്രേമം വന്നവരുടെ കണ്ണുകൾ തമ്മിൽ നോക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് സാധാരണ നോക്കുന്ന പോലൊന്നും അല്ലെന്നൊക്കെയാ പറയണേ. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നോക്കിയിട്ടുള്ളവരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒക്കെ കാണും, ഇല്ലാതിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പതുക്കെ ഇരുന്നോണ്ട് വിളമ്പി കൊടുക്കുമ്പോ എല്ലാം കണ്ണെവിടാ? നാരദന്റെ മോന്തയ്ക്ക. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വിളമ്പി കൊടുക്കുന്നതൊക്കെ എല്ലാം അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് വിളമ്പുന്നേ. കാരണം ഇല്ല, മുഖത്ത് നോക്കിയിരുന്ന് ലയിച്ചിരുന്ന് കഴിഞ്ഞപ്പോ വിളമ്പണ്ട എവിടെയൊക്കെയാണെന്ന് ഒരു ദിശയിലായി. അങ്ങനെ ഇതൊക്കെ കണ്ട് 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 ഈ പർവ്വതന് മനസ്സിലായി ഈ നാരദനോട് ദമയന്തിക്ക് എന്തോ ഒരു അടുപ്പമുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഇനി നാരദൻ അതുണ്ടോ എന്ന് അറിയണ്ടേ? കാരണം അവര് തമ്മിൽ അഗ്രിമെന്റ് എന്തെങ്കിലും മനസ്സിലുണ്ടായി അപ്പൊ പറയണം. അപ്പൊ ആദ്യം നാരദനെ കണ്ടപ്പോ അങ്ങനെ വലിയ സംശയം തോന്നിയില്ല. പക്ഷേ പുരുഷനല്ലേ, എത്ര കാലമെന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ നോട്ടം കണ്ടില്ല എന്നടിക്കുന്നു വെക്കണേ. ക്രമേണ നാരദനും പതുക്കെ നോട്ടം എങ്ങോട്ട് തുടങ്ങി? ദമയന്തിയെ പതുക്കെ 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 നാരദനും നോക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ നിന്നോട്ട് കേറി വരുമ്പോഴേ നാരദന്റെ കണ്ണ് കോങ്കണ്ണ് പോലെ അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെ കണ്ടപ്പോ പർവ്വതന് മനസ്സിലായി നാരദനും പതുക്കെ എന്തുണ്ട്, ദമയന്തിയോടൊരു ചെറിയ പ്രേമം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ നാരദനോട് ചോദിച്ചു, നാരദ, ഈ ദമയന്തി എന്നോടും നിന്നോടും കാണിക്കുന്ന വേറുകൃതിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് മുഴുത്ത പഴം തരുമ്പോ എനിക്ക് അങ്ങേ അറ്റത്തെ പഴും, നിനക്ക് കട്ടത്തൈര് തരുമ്പോ എനിക്ക് മോരും വെള്ളം ഒക്കെ തരുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും അവളോടുണ്ടോന്ന്? നാരദൻ എടുത്ത വായിലെ പറഞ്ഞു, ഏയ് എനിക്ക് അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല. പർവ്വതനൊന്നും വേണ്ടിയില്ല. അപ്പൊ ഈ ദമയന്തി എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നാരദമുനിയെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ചില പെൺപിള്ളേർ പറയുന്ന പോലെ ഈ ചില ആൺപിള്ളേരുടെ ബൈക്കൊക്കെ കയറി വരും. ഒന്ന് വീടുവാതിന്റെ ഒക്കെ പരിസരത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ആരെങ്കിലും കണ്ടിട്ട് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മമാര് ചോദിക്കും,
ആരായിരുന്നടി അവൻ? അയ്യോ അതെന്റെ കൊച്ചേട്ടനെ പോരാ എന്ന് പറയും. പിറ്റേ ദിവസം കേൾക്കാം ഈ പോലെയുടെ കൂടെ ആര് പോയി? അവള് പോയെന്ന. ഈ പോലെയാണെന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ അമ്മമാര് കേട്ടോ. പെമ്മക്കൾ പറഞ്ഞു എനിക്ക് ചേട്ടനെ പോലെയാ എന്ന് നീട്ടി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം, പിറ്റേ ദിവസം ഈ പോലെയുടെ കൂടെ ആര് പോകും? ആ മോള് പോകുമെന്ന് ഓർത്തോണം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്തായാലും പോലെയൊന്നും ആവൂലാവോ, ഒന്നിലതാവണം അല്ലേ? എന്റെ ചേട്ടനെ ആ ഒരു സങ്കല്പുള്ളി വന്നാൽ കൊള്ളാം, അല്ലെ എന്റെ ഒരു അനുജന എന്ന സങ്കല്പുള്ളി വന്നു. പക്ഷെ ഈ പോലെ ആവുമ്പോഴാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഈ മക്കളെയൊക്കെ വാക്കുകൾ ഓരോന്ന് ശ്രദ്ധിച്ചാൽ അമ്മമാർക്ക് മനസ്സിലായി ഇവരുടെ കള്ളത്തരമൊക്കെ. പക്ഷെ അമ്മമാർക്ക് എവിടെ ഇതൊക്കെ കേൾക്കാൻ നേരം ഉണ്ടോ? അവരെന്തെങ്കിലും ഇച്ചിരി പണി കഴിഞ്ഞാൽ ഉടനെ അവരിതുകൊണ്ടിരിക്കുക ചുണ്ണാമ്പതയൊക്കെ. പിന്നെ എവിടാ നേരം? എന്തായാലും ഈ ഹനുമാൻ അല്ല നാരദമുനിയെ പർവ്വതം ശപിച്ചു. എന്നോട് കള്ളം പറഞ്ഞതുകൊണ്ടും നിന്റെ മനസ്സ് കൊരങ്ങനെ പോലെ ആയതുകൊണ്ടും നിന്റെ മോന്ത കൊരങ്ങിന്റെ മോന്തയാവട്ടെ എന്ന് ശാപം കൊടുത്തു. ശപിച്ചേച്ച് പർവ്വതമുനി അങ്ങ് പോയി. അവിടെ ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ നിന്നില്ല. കാരണം വിശ്വാസവഞ്ചന കാണിച്ചവന്റെ കൂടെ പിന്നെ നിന്നാൽ കൊള്ളില്ല. അതാരായാലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ പിന്നെ അവരോടൊപ്പമുള്ള ജീവിതം സുഖമാവില്ല. അത് കൂട്ടുകാരായാലും കൊള്ളാം, ബന്ധുക്കളായാലും കൊള്ളാം, ഭാര്യ ആയാലും കൊള്ളാം, ഭർത്താവായാലും കൊള്ളാം, മക്കളായാലും കൊള്ളാം, ആരായാലും വിശ്വാസവഞ്ചന കാണിച്ചാൽ പിന്നെ അവരുടെ കൂടെ ജീവിച്ചാൽ സുഖകരമാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയി. നാരദന്റെ മോന്ത കുരങ്ങിന്റെ മോന്തയായി. പക്ഷെ ഈ കുരങ്ങിന്റെ മുഖമായിട്ടും ദമയന്തി നാരദരോടുള്ള പ്രേമം ഉപേക്ഷിച്ചില്ല. ഓർത്തോണം, നമ്മളൊക്കെ ശരിക്കും സ്നേഹിക്കണതും പ്രേമിക്കുന്നതൊക്കെ എന്ത് കണ്ടിട്ടാ? എന്ത് കണ്ടിട്ടാ? പുറമേയുള്ള അഴക് കണ്ടിട്ടാ അല്ലേ? ആണല്ലേ? ശരിക്കും ആരെങ്കിലും ഉള്ളിലെ അഴക് കണ്ടിട്ട് ഇന്ന് വരെ ആരെങ്കിലും സ്നേഹിച്ചിട്ടോ പ്രേമിച്ചിട്ടോ ഉണ്ടോ? ഉണ്ടോ? പുറമെ നോക്കുമ്പോ എന്തൊരു സുന്ദരിയ അല്ലെ, എന്തൊരു സുന്ദരന അല്ലേ, നല്ല അഴക കാണാന്. പക്ഷെ അകത്തെന്താന്ന് വല്ലതും അറിഞ്ഞോ? ഇത് പൊട്ടിയിട്ട് പെയിന്റും ഒക്കെ അടിച്ച് വന്നാന്നുള്ള വല്ലവരും അറിയുമോ? പക്ഷെ ദമയന്തി സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അയൺ ബോക്സ് അല്ലേ? എപ്പോഴായി അയൺ ബോക്സ് ആവുന്നേ? കൊണ്ടു നടന്ന് അവന്റെ കയ്യിലുള്ളത് മുഴുവൻ അടിച്ചു മാറ്റി അവന്റെ ഒരു ഗതിയും പരഗതി ഇല്ലാതായി കഴിയുമ്പോൾ ചെന്ന് പറയും സോറി ഡാം അല്ലേ? അതുവരെ ഐ ലവ് യു ഡാം എന്ന് പറഞ്ഞു നടന്ന പാർട്ടിയാണ്. കയ്യിലുള്ളതെല്ലാം പോയി കഴിയുമ്പോൾ ചെന്ന് പറയും സോറി ഡാം, എന്റെ ഫാദർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഡാം, അതുകൊണ്ട് ഇന്ന് മുതൽ നീ എന്നെ എന്തോ ആയിട്ട് കാണണം ഡാ, ഒരു സിസ്റ്ററായിട്ട് കാണണേ ഡാം എന്നും പറഞ്ഞ് അവളെ ഒറ്റ പോക്കുവാ. എന്നിട്ട് അവളെ അടുത്തവൻ്റെ അടുത്തില്ല, എല്ലാവരും അല്ല കേട്ടോ എങ്കിലും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ദമയന്തി പക്ഷേ ആത്മാർത്ഥമായിട്ടായിരുന്നു നാരദമുനിയെ സ്നേഹിച്ചത്. അതും അദ്ദേഹത്തിന്റെ ആ നാദ ഗാംഭീര്യത്തില്, ആ നാദത്തിലാണ് ദമയന്തി ജയിച്ചു. പുറമേയുള്ള അഴകൊന്നും കണ്ടിട്ടായിരുന്നില്ല. നാരദമുനിയെ കാണാൻ സുന്ദരനാന്ന് പറയണേ. അങ്ങനെ നാളുകൾ കടന്നു പോകവേ ദമയന്തിക്ക് വിവാഹത്തിന്റെ ഉള്ള ആലോചനകളൊക്കെയായി. പിതാവിനോട് ചെന്ന് പറഞ്ഞു, ഹേ പിതാവേ, അദ്ദേഹം നാരദമുനിയെ ഞാൻ അഗാധമായി പ്രേമിച്ചുപോയി, അതുകൊണ്ട് ഞാനിനിയും വേറെ ആരെയും വിവാഹം കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് വിവാഹാലോചന നടത്തണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പുത്രി, ഈ കുരങ്ങിന്റെ മോന്തയുള്ളവനെ ആണ് എന്റെ മരുമകൻ എന്ന് എങ്ങനെ പറയുക? സമൂഹത്തിലൊന്ന് കൊണ്ടു നടക്കണ്ടേ, നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് എന്റെ മരുമകനാന്ന് പറഞ്ഞിട്ട് ഈ കുരങ്ങിനെ പോലിരിക്കുന്നവനെ എങ്ങനെയാ കൂടെ കൊണ്ട് നടക്കുക? മറ്റുള്ളവരെന്ത് പറയും? അതുകൊണ്ട് മക്കൾ ഇതിൽ നിന്നൊക്കെ പിന്മാറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തെല്ലാം പറഞ്ഞിട്ടും ദമയന്തി പറയണു,
പിതാവേ, എന്തെല്ലാം ഉള്ളവനായാലും കലാവാസന ഇല്ലാത്തവനെ കിട്ടിയിട്ട് വലിയ കാര്യമില്ല. എന്തെങ്കിലും ഒരു കല ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാവണം. അത് സംഗീതമോ വാദ്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടാവണം. അങ്ങനെ അതിനുപോലും കഴിവില്ലെങ്കിൽ പിന്നെ അവനെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല. അതുകൊണ്ട് മണ്ടനായ ഒരുവന് ഒരുപാട് സമ്പത്തും വലിയ അഴകുമൊക്കെ ഉണ്ടായതുകൊണ്ട് കാര്യമല്ലോ ഉണ്ടോ? ചിലർക്ക് അങ്ങനെ ഇഷ്ടംപോലെ കാശുണ്ട്, കാണാനും കൊള്ളാം, പക്ഷെ എന്തുണ്ടാവില്ല, തലക്കകത്ത് വലിയ കാര്യമായിട്ടൊന്നും കാണും. അതിനാ പണ്ടുള്ളവർ പറയാം, ഈ അതുപോലെ ഒരുപാട് എന്തെല്ലാം ഉണ്ടായാലും ഒരു മനുഷ്യനും ഒന്നും ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? ആർക്കും ഒരു ഉപകാരവും ഇല്ല, ഇങ്ങനെ ഇരിക്കും. എന്നാ ചെല്ലു പറയാ, എറിയാൻ അറിയാവുന്നവരിൽ എന്ത് കൊടുക്കില്ല എന്ന്, കുഴി കൊടുക്കില്ല എന്ന് പറയും ഇല്ലേ? ഇയാളുടെ കമ്പേ വല്ലോ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവൻ എന്തുണ്ടാവില്ല, ധനം ഉണ്ടാവില്ല. ധനം ഒരുപാടുള്ളവൻ അതിട്ട് ചെയ്യുകയില്ല. അപ്പോ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, മണ്ടനായ ഒരുവൻ എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അങ്ങനെ ഒരു മണ്ടനായ ഭർത്താവിനെ കൊണ്ട് നടക്കുന്നതിലും ഭേദമാണ് ഏത്, ഈ കൊരങ്ങ മോന്തയാണെങ്കിലും ഈ കലയെ അത്യധികമായ ആസ്വദിക്കാൻ കഴിയുന്ന ഈ നാരദനെ കൊണ്ട് നടക്കുന്നത് എന്ന് പറയുക. അങ്ങനെ അവസാനം ഈ രാജാവിന് ഒരു നിവൃത്തിയില്ലാതായി. തന്റെ മകളുടെ വാക്കുകളെ അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. ചില അച്ഛന്മാരെ അങ്ങനെ ഉണ്ട് അല്ലേ? മക്കളുടെ വാക്കുകളെ ധിക്കരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും മക്കൾ. ഇവിടെ അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു, ആരും ഇതൊന്നും ഒളിച്ചു വെച്ചൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പം ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ആരെ കാണാൻ കൊള്ളില്ല, നാരദനെ കാണാൻ കൊള്ളില്ല എന്നൊരു കുഴപ്പമുള്ളൂ. ഈ കുരങ്ങിന്റെ മോന്ത ഉള്ളത് കൊണ്ട് സമൂഹത്തിലൊന്നും കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് മാത്രം ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് മകളോട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞെങ്കിലും ദമയന്തി പിന്മാറാൻ തയ്യാറായില്ല. അവസാനം ഈ നാരദമുനിയെ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ വിവാഹമൊക്കെ കഴിച്ചപ്പോഴും ദമയന്തിക്ക് നാരദരോടുള്ള പ്രേമത്തിൽ യാതൊരുവിധ കുറവും വന്നില്ല. പണ്ടത്തതിനേക്കാൾ ഒന്നുകൂടെ സ്നേഹം കൂടിയതേ ഉള്ളൂന്ന. അങ്ങനെ വേണമെന്ന. നമ്മൾ ആദ്യം കാണുമ്പോൾ അഴകൊന്ന് നഷ്ടപ്പെട്ടാലും എന്തിനു കുറവ് വരരുത്? ആ സ്നേഹത്തിനൊരിക്കലും കുറവ് വരാൻ പാടില്ല. കാരണം നമുക്ക് എന്താ അങ്ങനെ വരുന്നത്? നമ്മൾ ഈ പുറമേയുള്ള അഴകിനെ നോക്കി കണ്ടുകൊണ്ട് പോണത് കൊണ്ടാണ്. ഉള്ളറിഞ്ഞ് സ്നേഹിച്ചാൽ ഒരിക്കലും ഭർത്താവിനെ ചതിക്കാൻ ഭാര്യയ്ക്കോ ഭാര്യയെ ചതിക്കാൻ ഭർത്താവിനോ സാധ്യമാവില്ല. ഇന്ന് നമ്മളെല്ലാം ശരീരം കൊണ്ട് മാത്രമുള്ള സ്നേഹമേ ഉള്ളൂ. ഹൃദയം കൊണ്ട് ആരും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. അവിടെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മുടെ എല്ലാ ജീവിതത്തിലും അന്നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യുക. താൽക്കാലിക സുഖത്തിന് വേണ്ടി ഒന്നിനു പോകുമ്പോൾ അതിലേക്ക് വലിയ ദുരന്തങ്ങൾ പിന്നീട് നമ്മളെ പിന്തുടരും എന്നുള്ളത് നമ്മൾ അറിയണില്ല. എന്തായാലും അങ്ങനെ വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തു. രണ്ടുപേരും കൂടെ സന്തോഷത്തോടു കൂടി അങ്ങനെ ആ കൊട്ടാരത്തിൽ തന്നെ കഴിയാൻ തയ്യാറായി. അങ്ങനെ രണ്ടുപേരും കൂടെ ആ കൊട്ടാരത്തിൽ അങ്ങനെ കഴിഞ്ഞു വരവേ എന്തുപറ്റി? ഈ പർവ്വതൻ തീർത്ഥയാത്രയെല്ലാം കഴിഞ്ഞ് അപ്പോഴാ ഓർത്തിച്ചു, തന്റെ കൂടെ ഉണ്ടായിരുന്ന നാരദനെ താനിങ്ങനെ ശപിച്ചിട്ടാണല്ലോ പോന്നത്, ഇപ്പോഴെന്താവും അവന്റെ ഒരു അവസ്ഥ എന്ന ചിന്തയില് നേരെ കൊട്ടാരത്തിൽ എത്തിച്ചു. വന്ന് നോക്കിയപ്പോഴോ ദമയന്തിയും ഈ കൊരങ്ങം മോന്തയുള്ള നാരദനും കൂടി വളരെ സന്തോഷത്തോടു കൂടി കഴിയണത് കണ്ടു. ആരെ? പർവ്വതൻ. കണ്ടപ്പോ സങ്കടം സഹിക്കാവുന്നില്ല. എന്താ കാരണം? ഇത്രയും നല്ല എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാന് ചെറിയൊരു കാരണത്തിന് വേണ്ടിയിട്ടാണല്ലോ ശമിച്ച് ഈ അവസ്ഥയിലാക്കിയത് എന്ന് ഉള്ള സങ്കടം. അതാ പറയുക, വികാരത്തിന്റെ പുറത്തൊന്നും പറയാനും ചെയ്യാനും പാടില്ല. മദ്യം സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. മനസ്സിന് അത്യധികമായ ആഹ്ലാദമുണ്ടാകുന്ന സമയത്ത് വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. എന്താ കുഴപ്പം? അന്നേരത്തെ ഒരു നേരത്തിന് പറയും, വേറൊന്നും ചിന്തിക്കാതെ ആയിരിക്കും അന്നേരം ഓരോന്ന് പറയുക.
അത് പിന്നീട് ചിലപ്പോൾ പാലിക്കാൻ സാധിച്ചെങ്കിൽ ഇല്ലെങ്കിൽ സത്യവിരോധമായി മാറും. അതിന്റെ ദുരിതം വേറെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ വികാരങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടേ ആ പ്രവൃത്തിയിലേക്ക് പോകാവൂ. അതും എന്തുണ്ടാക്കി വെക്കും? അപകടമുണ്ടാക്കി വെക്കും. അപ്പൊ എന്തായാലും അങ്ങനെ ആ ഒരു നേരത്തുണ്ട് തനിക്ക് തോന്നിയ ഒരു കോപം, തന്റെ ഉള്ളിലുണ്ടായ ആ ഒരു വികാരത്തിന് അടിമപ്പെട്ടാണല്ലോ താൻ ഒരു ഋഷി ആയിട്ട് പോലും തനിക്ക് എങ്ങനെ തോന്നിപ്പോയല്ലോ എന്ന സങ്കടം കൊണ്ട് നാരദയെ അനുഗ്രഹിച്ചു. പറഞ്ഞു, നാരദരെ, നിനക്ക് ഞാൻ ശാപമോക്ഷം നൽകുന്നു, നിന്റെ ഈ കുരങ്ങ മോന്തയൊക്കെ മാറട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആ നാരദനോട് എന്ത് ചെയ്തു? അനുഗ്രഹം കൊടുത്തു. നാരദന്റെ ആ രൂപത്തെയൊക്കെ അങ്ങനെ മാറ്റി ആ ദമയന്തിയും നാരദനും കൂടി സുഖമായിട്ട് കഴിഞ്ഞു എന്നാണ് കഥ. എന്താ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പഠിക്കാൻ? ഉണ്ടോ? ഈ കഥയിൽ നമുക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. പിന്നെ എന്തിനിരിക്കുകയല്ല? ഒന്നും കിട്ടി. എന്താ കിട്ടി? അമ്മക്ക് വല്ലതും കിട്ടിയോ? നമുക്കൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഈ കഥ പറഞ്ഞിരുന്ന എന്തിനാ? ഇതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മള് സ്വാംശീകരിക്കണം. അതിനാ അങ്ങനെ കിട്ടണത് നമ്മുടെ ജീവിതത്തിലേക്ക് വളർത്തിയാല് അതിനനുസരിച്ചുള്ള ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവും. അതിന് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ അത് കിട്ടുള്ളൂ. ശ്രദ്ധയില്ലാത്തവർക്കൊന്നും കിട്ടത്തില്ല. അവർക്ക് ഇത് മാത്രമേ കിട്ടൂ. അപ്പൊ ശ്രദ്ധാലുവായിട്ടിരിക്കണം. അപ്പോഴാണ് വല്ലതും കിട്ടുക. അപ്പൊ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ഒന്ന്, എന്താ പറഞ്ഞു? ഏതപ്പാ? എന്താ ഞാൻ പറഞ്ഞേ? എന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നല്ല അങ്ങോട്ട്. നാണോ ഞാൻ കഥ പറയുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാകാനായിട്ടല്ലോ ഉണ്ടോ? ഞാൻ പറയണത് മനസ്സിലാക്കാതിരിക്കുക വല്ലതും ഉണ്ടോ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. പിന്നെന്താ ഒന്നും അറിയാത്ത? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് പോകാത്ത എന്താ? പിന്നെ ഞാൻ എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നേ മുഴുവൻ? പർവ്വതന്റെയും നാരദന്റെയും കൂടിയുള്ള ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? കൂട്ടുകാരായാൽ പറയുന്ന വാക്കുകള് അതുപോലെ പാലിക്കണം. അവിടെ പരസ്പരം എന്ത് ചെയ്യരുത്? വിശ്വാസവഞ്ചന കാണിക്കരുത്. പഠിച്ചോ ഒരു പാഠം. പക്ഷെ നമ്മൾ അത് ചെയ്യുവോ? പറ്റുമെങ്കിൽ അവരുടെ കാലവാരി ഇട്ടച്ച് ചവിട്ടി കയറി പോകാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. നമ്മുടെ സ്വഭാവം അതാ. നീ ദമയന്തിയും നാരദനും കൂടെയുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് പഠിച്ചു? കൊലങ്ങനായാലും വേണ്ടില്ല, ഭർത്താവ് ഒരുത്തം കൂടെ മതി പഠിച്ചു. ആണോ? അതുകൊണ്ടാണല്ലോ ചിലപ്പോ നിന്ന് പറയാൻ, എന്തോ പറയാനാ സ്വാമി, ഒരുപാട് നല്ല ആലോചനയൊക്കെ വന്നതായിരുന്നു, പക്ഷെ എന്തോ പറയാനേ, നമ്മുടെ തലവരെ എങ്ങനെ ആയിപ്പോയി, ഇതിനെയാ കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് രണ്ടും കൂടെ അടി ഉണ്ടാക്കുമ്പോഴേ അറിയാം, ഇല്ലേലും നിങ്ങളുടെ എന്റെ കഴുത്തിൽ കുരുക്കിട്ടു തുടങ്ങിയ കഷ്ടകാലം. എന്തുമാത്രം നല്ല ആലോചന വന്നതായിരുന്നു എനിക്ക്, ഇല്ലേ? ഓരോരുത്തരും ഇപ്പൊ ആലോചിക്കുന്നത് ശരിയാ സ്വാമി, ഇത്ര നല്ല ആലോചന എന്താ എനിക്കിങ്ങനെ ആയിപ്പോയ.
ചിലര് കൂടെ അങ്ങ് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ആരോടും ഒന്നും പറയാൻ വയ്യാത്തതുകൊണ്ട്, ഊരി പോകാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ടും കൊണ്ടും അറിഞ്ഞും ഒക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു കൂടുന്നേ ഉള്ളൂ ചിലര്. അത് ഓരോരുത്തരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആ ജീവിതത്തിൽ എത്രമാത്രം മടുപ്പുണ്ട്. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? അല്ലേ? അങ്ങ് പോവാ, വേറെ നിവൃത്തിയില്ല. കാരണം ഈ പെട്ട കുരുക്കി നീ അഴിഞ്ഞു പോവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങ് പോവുക. ഈ പായ്ക്കപ്പൽ പോണത് പോലെ അങ്ങോട്ട് കാറ്റടിച്ച അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് കാറ്റടിച്ച ഇങ്ങോട്ട് പോവും, അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ ജീവിതത്തിൽ എന്ത് സുഖമല്ലേ ഉണ്ടോ? അതുകൊണ്ട് പരസ്പരം മനസ്സറിയാൻ പഠിക്കുക. രണ്ടു കൂട്ടരും അതിന് ശ്രമിക്കണം. രണ്ടുപേരുടെയും മനസ്സറിയാൻ രണ്ടുപേരും ശ്രദ്ധിക്കണം. ആ പരസ്പരം മനസ്സുകൊണ്ട് തിരിച്ചറിവുണ്ടായി ആ ജീവിതം മുൻപോട്ട് തുടങ്ങുമ്പോൾ മാത്രമേ അതിന് സുഖം ഉണ്ടാവുള്ളൂ. അല്ലാതെ കല്യാണം കഴിച്ച് വന്ന് രണ്ട് പിള്ളേരുമായി ഇനി അവൾ അവളുടെ വഴി, ഞാൻ എൻ്റെ വഴി നല്ല വേണ്ടത്. അന്നേരമാണ് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ഹൃദയങ്ങൾ അറിഞ്ഞ് പരസ്പരം അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങേണ്ടത്. അതിന് മുമ്പ് അധികം അറിഞ്ഞില്ലെങ്കിലും. കാരണം മക്കളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഒരു വെളിച്ചമായിട്ട് നിൽക്കേണ്ടതാണ്. ശരിയല്ലേ ഞാൻ പറയണേ? കാരണം നമ്മളെ കണ്ടാണ് അവർ പഠിക്കണം. നമ്മളായിട്ട് അവരുടെയും കൂടെ ജീവിതം ഇരുട്ടിലാക്കരുത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് പരസ്പരം മനസ്സറിയാൻ പഠിക്കണം ആദ്യം. ഒന്ന് മേടിച്ചോളൂ. കാരണം പലരെയും ഞാൻ കാണുമ്പോ അവരുടെ മുഖത്ത് അങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. പലരും പല സമയങ്ങളിലും ഒറ്റയ്ക്ക് ഇതിനെ ഓർത്ത് ചിന്തിച്ച് കരയുന്ന ആൾക്കാർ വരെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആ ജീവിതത്തെ ഓർത്ത് അല്ലേ? അതല്ല വേണ്ടത്. പരസ്പരം അറിയണം. ഭാര്യ ഭർത്താവിനെ അറിയണം, ഭർത്താവ് ഭാര്യയെ അറിയണം. രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് ആ മക്കളോടൊപ്പം ജീവിച്ചു പോകുമ്പോഴാണ് അതിന് സുഖമുണ്ടാകുക, ആ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. അല്ലേ? ഭർത്താവിലാവും ഇതൊക്കെ. ഈ ജീവിതം വെറുതെ വേസ്റ്റായി പോകും. ഈ ഭൂമിയിൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലാതെ. അതുകൊണ്ട് സ്നേഹിക്കേണ്ടത് പുറമേയുള്ള അഴവ് കൊണ്ടോ അർത്ഥം കൊണ്ടോ അല്ല, ഉള്ളിലെ അഴക് കൊണ്ടാവണം സ്നേഹിക്കേണ്ടത്. ഒരു പരസ്പരം അവരവരിലുള്ള നന്മകളെ കണ്ടെത്താനൊന്ന് ശ്രമിച്ചാൽ മതി. കുഴപ്പങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. രണ്ടു കൂട്ടർക്ക് എന്തുണ്ടാവും? കുഴപ്പമുണ്ടാവും. ആ അവരിലുള്ള പരസ്പരമുള്ള നന്മകളെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. ഭാര്യയിലുള്ള നന്മ ഭർത്താവും, ഭർത്താവിലുള്ള നന്മ ഭാര്യയും ഒന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ആ നന്മയുടെ തിരിച്ചറിവിൽ കൂടി മുൻപോട്ട് ജീവിതം പോകും. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? ഈ കുറവുകളെയൊക്കെ പിന്തള്ളപ്പെടും. മനസ്സിലാവണുണ്ടോ? പറയണേ ഉണ്ടോ? ഇങ്ങനെ ഓരോന്നിനും ഓരോ കഥകളിൽ കൂടി നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്കാക്കി. ഇതിന്റെ വേദാന്ത തലങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകാത്ത. ഇവിടെ ചോവേനേരെ കുത്തിയിരിക്കാൻ അറിയാൻ വയ്യാത്തവന് എല്ലാം പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ആചാര്യന്മാര് പറയും, ധ്യാനിക്കാനിരിക്കണമെങ്കിൽ എന്തുറയ്ക്കണമെന്ന്? ആസനം ഉറയ്ക്കണമെന്ന് പറയും. ആദ്യം വേണ്ടത് ആസനം ഉറപ്പിക്കാന്നുള്ളതാണ്. ആ ആസനം ഉറപ്പിച്ച് നിവർന്നിരിക്കാൻ പഠിച്ചാലേ അവന് പിന്നെ ജപവും ധ്യാനവും ഒക്കെ നടക്കും. ഇവിടെ ആസനം ചൊവ്വേന്നേരെ ഉറയ്ക്കാത്തവനോട് നീ മണിക്കൂർ ഇരുന്ന് ധ്യാനിക്കണം പറഞ്ഞാൽ നടക്കുമോ? അവന്റെ ധ്യാനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ഇല്ല.
അപ്പൊ ഇവിടെ ചൊവ്വേനേരം ജീവിക്കാൻ അറിയത്തില്ല, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അറിയാതെ വീട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാത്തവരോട് വേദാന്തം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കാൻ കഴിയുന്നില്ലാത്തടത്തോളം കാലം നമ്മൾ എന്ത് പഠിച്ചിട്ടും എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്താ പലർക്കും ഒന്നും മനസ്സിലാവാത്ത? സ്വസ്ഥമായ മാനസികമായിട്ട് സ്വസ്ഥതയില്ലെന്നുണ്ടോ? സ്വസ്ഥമായി കഴിയുമ്പോൾ ശരിയാവും. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയണേ? അപ്പൊ അതിനുള്ള വഴി ആദ്യം കണ്ടെത്തണം. നമ്മളെ ആദ്യം നമ്മൾ പഠിക്കുക, നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിക്കുക. ക്ലിയർ ആയോ? അതുകൊണ്ട് പരസ്പരം തിരിച്ചറിവുണ്ടാവുക. അപ്പൊ ജീവിതത്തില് സ്വസ്ഥതയുണ്ടാവും, സമാധാനം ഉണ്ടാവും. കുറ്റങ്ങളും കുറവുകളും മാറ്റിവെച്ചിട്ട് നന്മകളെ തേടിയെത്തുക, നന്മകൾ തിരിച്ചറിയുക. മനസ്സിന്റെ കുറവില്ലാത്ത മനുഷ്യരാരും ഇല്ല. ഉണ്ടോ? കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല, പൂർണ്ണനെല്ലാരും. പക്ഷെ ആ കുറവുള്ളവന് 90% കുറവാണെങ്കിലും 10% നന്മ അവനില് ഉണ്ടാവും. ആ 10% നന്മയെ കാണും. ആ നന്മയിൽ കൂടി ഒന്ന് ചവിട്ടിക്കറി നോക്കൂ. ക്രമേണ 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 ഈ 90% കൊള്ളരുതാത്തതുള്ളത് എന്തായിട്ട് മാറും? അത് 10% പോകും. ഈ നന്മ 90%. പക്ഷെ നമ്മളതിനെ കണ്ടറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ ആദ്യം പഠിക്കണം. ക്ലിയറായോ? അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രമിച്ച് നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കാം. അല്ലാതെ നമ്മൾ ഈ വലിയ തത്വങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം. ജീവിക്കാൻ അറിയാൻ വയ്യാത്തൊരു വിശക്കുന്നവനോട് പിന്നെ കിട്ടൻ താണ്ട് അങ്ങോട്ട്, അല്ലെങ്കിൽ ദേവിയാണ്ട് ഇങ്ങോട്ട് പോകുന്നു, കിട്ടൻ അങ്ങോട്ട് പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിശക്കുന്നവന്റെ മുമ്പിൽ എന്ത് കൊടുക്കണം? അവന് ആഹാരം കൊടുക്കണം. അല്ലാതെ അവനോട് അന്നേരം കഥയോ കഥാപാത്രമോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാ പറഞ്ഞതുപോലെ ഇതൊക്കെ തിരിച്ചറിവുകൊണ്ടാണ് മനസ്സിനെ ആദ്യം സ്വസ്ഥമാക്കണം. ആ സ്വസ്ഥതയാണ് ആദ്യം വേണ്ടത്. ഓരോരുത്തർ എത്ര ശാന്തമായിട്ട് ഇവിടെ വന്നിരുന്ന് ഇറങ്ങണേ. എന്താ കാര്യം? വീട്ടിലൊരു മുട്ടുസൂചി വീണ അനക്കം കേട്ട ഉടനെ ഞെട്ടി ഉണരുന്നത് നമ്മളാണ്. ഇവിടെ ഇത്രയും വലിയ ഒച്ച കേട്ടിട്ടും ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇറങ്ങണം. എന്താ കാരണം? എന്റെ അടുത്ത് വന്ന ഏതുറക്കം ഇല്ലാത്തൊരു എന്നെ കാണുമ്പോഴേ അതുകൊണ്ടാണ്. അല്ല, ഭഗവതിയോടല്ലേ ഭഗവാനോട് ചേർന്നിരിക്കുമ്പോൾ മനസ്സിന് എന്തുണ്ടാവും? ഒരു ശാന്തഭാവം അറിയാതെ ഉണ്ടാവും. അതുകൊണ്ട് ആ വീട്ടിൽ ഇരുന്നാൽ കിട്ടത്തില്ല, ഇവിടെ വന്നാലേ അത് കിട്ടൂ, ഇവിടെ തന്നെ വരണേ, ഇവിടെ വന്നിരിക്കണേ, കിട്ടുന്ന സമയം ഇവിടെ വന്നിരിക്കണേ എന്ന് പറയണത് അതിനാ. ആ ഭഗവതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിന് എന്തുണ്ടാവും? ഒരു ശാന്തഭാവം ഉണ്ടാവും. ആ ശാന്തഭാവം വരുമ്പോഴാണ് അറിയാതെ ഇരുന്ന് ഉറങ്ങിപ്പോണത്. അതുകൊണ്ട് അങ്ങനെ ഉറങ്ങുന്നവരെ ഉണർത്തരുത് എന്ന് ഞാൻ പറയും. എന്താ കാരണം? അവരത്രയും നേരമെങ്കിലും സ്വസ്ഥമായിട്ട് ഇറങ്ങിക്കോട്ടെ. ഞാൻ ആരെയും അതിന് കളിയാക്കി കുറ്റപ്പെടുത്തുകയില്ല. എന്താണ്? അവരുടെ ആ മനസ്സ് അത്രമാത്രം ശാന്തമാകുന്നത് കൊണ്ടാണ് അവർക്ക് അവിടെ ഇരുന്ന് ഇത്രയും വലിയ ബഹളം കേട്ടാലും ഇരുന്ന് ഉറങ്ങാൻ കഴിയണത്. ആ ശാന്തത എവിടെ കിട്ടൂ? ഈശ്വരങ്കിലേക്ക് അടുക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുകൊണ്ട് കിട്ടുന്ന സമയം ഇവിടെ വന്നിരിക്കുക. അയ്യോ സ്വാമി, അത് അവര് വായിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാണ്ട മൂലമല്ലേ സംസ്കൃതം, അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും മനസ്സിലാവത്തില്ല. വായിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ എല്ലാം പറയാൻ മനസ്സിലാവുന്നില്ല. അതിലല്ലേ ഇനി കേട്ടോണ്ടിരിക്കുന്നവർക്ക്. അപ്പൊ പിന്നെ പോട്ടെ, അതുകൊണ്ടൊന്നും മനസ്സിലാവണ്ടെന്നേ. ഇവിടെ വന്നിരുന്ന് ഉമ്മ കേട്ടിരുന്നാൽ മതി. നീ ഉറങ്ങിക്കോ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഭഗവതി നിന്ന് ഒരു വിളി കേൾക്കും, ചാടി എഴുന്നേക്കും. എന്താ പറഞ്ഞാ ഭഗവതി? മതി, അത്രയും കേട്ടാ മതി. ഭഗവതി കേട്ടല്ലോ, അത് മതി. അങ്ങനെ 10 പ്രാവശ്യം ഭഗവതിയെ എന്ന് കേൾക്കുമ്പോ ഓട്ടോമാറ്റിക്കലി എന്റെ മനസ്സ് എങ്ങോട്ട് പോകും? ഭഗവതിയിലേക്ക് പോകും. അത് സാമ്പാറൊക്കെ ഊണും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് കുറുക്കം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉറങ്ങിക്കോ നീ. ആരും ഉറങ്ങരുതെന്ന് പറയില്ല, ആരും ഒന്നും വിളിച്ചോടത്തുമില്ല. ഇവിടെ നിന്ന് ഉറങ്ങിക്കോ.
വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ കിട്ടാത്ത സുഖം എവിടെ നിന്ന് ഉറങ്ങിയാൽ കിട്ടും? ഇവിടെ നിന്ന് ഉറങ്ങിയാൽ കിട്ടും, ഇല്ലേ? ഞാൻ തമാശ പറഞ്ഞല്ല. നമ്മൾ വീട്ടിൽ കിടന്നാൽ എന്തെങ്കിലും ഒച്ചയുടെ ഉടനെ ഞെട്ടിക്കൊണ്ടില്ലേ നമ്മള്, ഇല്ലേ? പക്ഷെ ഇവിടെ നിന്ന് ഉറങ്ങിയാലോ നമ്മൾ അറിയുന്നുണ്ടോ ഈ ബഹളമെല്ലാം നടക്കുന്നത്? ഇതൊന്നും അറിയത്തില്ല. സുഖമായിട്ട് ഉറങ്ങാം. അതുകൊണ്ട് ഉറക്കം കിട്ടാത്തവർ ഒരു ഡോക്ടറെയും കാണാൻ പോകണ്ട, ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റും കഴിക്കണ്ട. എന്ത് ചെയ്തോളുക? എന്റെ വേദി വന്നിരുന്നുള്ള സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. പ്രത്യേകിച്ച് എന്റെ വേദി വന്നാൽ അറിയാതെ ഉറങ്ങിക്കോ. കാരണം എന്നെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് എന്താ കാരണം? ഈ ഭീകരസ്വരൂപം ഒരുപാട് നേരം കണ്ടോണ്ടിരിക്കാനുള്ള മനക്കരുത്തില്ലാത്തതുകൊണ്ട്. ഇല്ല, സൗന്ദര്യം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈശ്വരങ്കിലേക്ക് മനസ്സിനെ അടുപ്പിക്കുക, കൂടുതൽ കൂടുതൽ നാമങ്ങളെ ജപിക്കുക, കൂടുതൽ കൂടുതൽ ഈശ്വരനെ സ്മരിക്കുക. അത് ദേവിയോ ദേവനോ ശിവനോ കൃഷ്ണനോ ഗോപാലനോ ശങ്കരനോ വാസുദേവനോ ആരും ആയിക്കോട്ടെ, ആരെയാ ഇഷ്ടമെന്ന് വെച്ചാൽ അവരെ കൂടുതൽ മനസ്സിലേക്ക് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ച് വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും മനസ്സ് കുറേശ്ശെ ശാന്തമായിട്ട് വരും. ചെയ്യണതൊക്കെ അമ്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെ ഭഗവാന് വേണ്ടിയാണെന്ന് ഉറപ്പിക്കുക. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. ഇനി ബാക്കി നമുക്ക് വൈകുന്നേരം നോക്കാം.